من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحابته أجمعين أما بعد فإن نريد إلا الإصلاح ما استطعت وما توفيقي إلا بك يا الله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذائقة الموت وإنما توفون أجوركم يوم القيامة صدق الله العلي العظيم وقال سيدنا ومولانا محمد صلى الله عليه وسلم أكثروا من ذكرها من لذات الموت. സമാദരണീയരായ നൂറുൽ ഉലമയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മുർഷിദ് തങ്ങൾ, അതുപോലെ നൂറുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ്, അതുപോലെ ബഹുമാനപ്പെട്ട ബഹുമാനങ്ങൾ നിറഞ്ഞ താലിമുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ സംഗമിച്ചതിനെ, ഒരുമിച്ച് കൂടിയതിനെ അവൻ പൊരുത്തപ്പെടുന്ന നമ്മുടെ ഹസനാത്തിന്റെ അമലായി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ, ഉദ്ഘാടന പ്രസംഗത്തിലും പറഞ്ഞതുപോലെ, നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് മയ്യിത്ത് പരിപാലനം, മയ്യിത്ത് എങ്ങനെ സംസ്കരിക്കപ്പെടണമെന്നത് നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ വളരെ വിശദമായി, ഏറ്റവും നല്ല ശാസ്ത്രീയമായി അവതരിപ്പിച്ചവരിൽ ഒന്നാണ്. അത് വളരെ ചുരുക്കിയ ഒരു ക്ലാസ്സായി ജാമിഅ നൂരിയയിലെ പ്രത്യേകിച്ച് ഫൈനൽ വിദ്യാർത്ഥികൾ, ഏതാണ്ട് 2 മാസം മാത്രം ജാമിഅയിൽ ബാക്കിയുള്ള, നാളെ നമ്മുടെ സമൂഹത്തിലെ പണ്ഡിതരായി, മതപ്രബോധകരായി, മഹല്ലുകൾക്ക് നേതൃത്വം വഹിക്കുന്നവരായി ഇറങ്ങുന്ന നമ്മുടെ ഫൈനൽ വിദ്യാർത്ഥികളെ പ്രത്യേകിച്ച് ലക്ഷ്യം വെച്ച് ഇന്നലെ ഏതാണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 1.25 മണിക്കൂർ, 9:30 തുടങ്ങിയാലും 10:45 അവസാനിപ്പിക്കും. 10:30 ക്ലാസ് നിർത്തുകയും ഒരു 2 ദുആയും അങ്ങനെ 10:45 ഈ യോഗം വിരിയാനാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി ഇൻഷാ അല്ലാഹ് നാളെയുമായി 2 ദിവസം നീണ്ടു നിൽക്കുന്ന എങ്ങനെ മയ്യിത്തുകൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് എന്നത് നിങ്ങളോടത് പറയേണ്ടതില്ല. കാരണം നിങ്ങളൊക്കെ ഒരുപാട് കിതാബുകൾ ഓതി പഠിച്ചവരാണ്. ഇനിയും നിങ്ങൾക്ക് കിതാബ് നോക്കി കണ്ടെത്താൻ കഴിയുന്നതുമാണ്. പക്ഷെ എന്നാലും അതിന്റെ പ്രാക്ടിക്കൽ രൂപവും പ്രായോഗിക രൂപവും, അതുപോലെ എങ്ങനെ ക്ലാസ് എടുക്കാമെന്നും അതിൻ്റെ ഒരു തർത്തീബൊക്കെ ഈ ക്ലാസ് കൊണ്ട് ലഭ്യമായ ക്ലാസ് എടുക്കാൻ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ഒരു വയല് കേൾക്കലല്ല ഇത്, മറിച്ച് ഒരു പേന കയ്യിൽ നിർമ്മിക്കും. ഇല്ലാത്ത ആളുകൾ അത് ശേഖരിക്കുക, പേനയും പുസ്തകവും കയ്യിൽ കരുതി വിഷയം തർത്തീബ് പ്രകാരം എഴുതി വെക്കണം. എന്നാൽ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് കിതാബുൽ മഹല്ലി തുഹ്ഫയോ മുത്താല ചെയ്ത് അതിന്റെ തെളിവുകൾ മുഖാന്തരം അതിനെ ശക്തിപ്പെടുത്താനോ, ഒരു മഹല്ലിൽ എത്തിയാൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനോ, അതിലുപരി നമ്മുടെ മുമ്പിൽ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ തർത്തീബായി നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയും ചെയ്യും. ഇന്നും നാളെയുമായി തീരുമാനിച്ചിട്ടുണ്ട്. ആമുഖം ഞാൻ നീട്ടിപ്പറിച്ച് പറയുന്നില്ല, വിഷയത്തിലേക്ക് കടക്കുകയാണ്. മരണം എന്നത് എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന, ഒഴിച്ചുകൂടാൻ പറ്റാത്ത അനിവാര്യമായ ഒന്നാണ്. മരണത്തിന് മുമ്പ് രോഗങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്, സാധാരണയാണ്. എന്തെങ്കിലും ഒരു രോഗത്തിലാണ് മരിക്കുക. എന്നാൽ അതല്ലാതെയും വരാം. എന്നാൽ രോഗത്തിൽ കടന്ന് ഇത്തിരി മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി മരിക്കുക എന്നത് അത് നല്ല ഒരു ലക്ഷണമാണ്. പെട്ടെന്നുള്ള മരണങ്ങൾ അത് പരീക്ഷണമാണ്. ഫുജിഅത്തുൽ മൗത്ത് എന്നത് സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പരീക്ഷണമാണ്.
എന്നാൽ പെട്ടെന്നുള്ള മരണം സ്വാലിഹ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കഥ ഖുർആനിൽ നമുക്കറിയാം. സുലൈമാൻ നബി ഒരു പള്ളി നിർമ്മിച്ച് അദ്ദേഹത്തിന് നിർമ്മിക്കാൻ വേണ്ടി 10,000 ജിന്നുകളുടെ പരിവാരം നിർമ്മിച്ചുകൊണ്ടിരിക്കുക. അത് നോക്കി നിൽക്കവേ നിന്നെടുത്തുനിന്ന് മരിച്ചുപോയ ആളാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി ഇസ്ലാം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ അതിന്റെ ചരിത്രങ്ങളിലേക്ക് പോകുന്നില്ല, നിങ്ങളത് കണ്ടെത്തുക. എന്നാൽ അങ്ങനെ നബിമാർക്കും സാലിഹ്യങ്ങൾക്കൊക്കെ സാധാരണക്കാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുങ്ങി മരണത്തിന് വേണ്ടി തയ്യാറായി ഹക്കുകളൊക്കെ വീടി പൊരുത്തപ്പെടിക്കൊക്കെ ചെയ്ത് മരണത്തിന്റെ മുഖദ്ദിമകൾക്കൊക്കെ സമയത്തോടുകൂടി അതിന് ഒരുങ്ങി തയ്യാറായി മരിക്കുക എന്നത്, ഇത്തിരി രോഗത്തിൽ കിടന്ന് മരിക്കുക എന്നത് നല്ലതാണ്. മഹാനായ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവർകൾ സഫർ മാസത്തിന്റെ ഒടുവിലെ ബുധനാഴ്ച രാത്രി ബഖീഉൽ ഖർഖദിലേക്ക് സിയാറത്ത് പോയപ്പോൾ അവിടെ നിന്നുണ്ടായ തലവേദന അത് മൂർച്ഛിച്ചു വന്നു, പനിയായി വന്നു. ആ പനിയിൽ കടന്നുകൊണ്ടാണ് ഏതാണ്ട് ദുൽഖഅദ് സഫർ മാസം കഴിഞ്ഞു റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച രാവിലെ ദുഹാന്റെ സമയം വരെ ആ പനിയിൽ കിടക്കുകയും പനി ശക്തമാവുകയും ചിലപ്പോഴൊക്കെ ബോധക്ഷയമുണ്ടാവുകയും ചിലപ്പോഴൊക്കെ 2 സ്വഹാബികൾ താങ്ങിപ്പിടിച്ച് പള്ളിയിലേക്ക് വരികയും അങ്ങനെ പല സംഭവങ്ങളും അവിടുത്തെ വഫാത്തിനോടനുബന്ധിച്ച് അവസാനങ്ങളിൽ ഉണ്ടാകുക ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ധാരാളം ഹദീസുകളിൽ ഉദ്ധരിച്ചത് നമുക്കറിയാം. ഞാനതിവിടെ പറഞ്ഞത് അങ്ങനെ ചെറിയ ഒരു മരണത്തിൽ രോഗത്തിൽ കടന്നുകൊണ്ട് ഒരുങ്ങിയിട്ട് മരിക്കുക എന്നത് നല്ലൊരു ലക്ഷണമാണ്. കാര്യങ്ങളൊക്കെ നിർവഹിക്കാനും വസിയത്ത് ചെയ്യാനും പൊരുത്തപ്പെടിക്കാനൊക്കെ അവസരമാണ്. പക്ഷെ അള്ളാഹുവിന്റെ കയ്യിലാണത്. യാത്രയിലാണോ, മരുഭൂമിയിലാണോ, ഒറ്റപ്പെട്ട സ്ഥലത്താണോ, ആളില്ലാത്തടത്താണോ, എങ്ങനെയാ മരിക്കുക എന്ന് അത് നമ്മളെ കയ്യിൽപ്പെട്ടതല്ല. അതുകൊണ്ട് നല്ല മരണത്തിന് നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. മരണത്തിന് ഒരു മുന്നോടിയാണ് രോഗം എന്ന് പറഞ്ഞല്ലോ. രോഗത്തിന് ഒരുപാട് മര്യാദകൾ, രോഗചികിത്സ സുന്നത്താണ്. അതുപോലെ തന്നെ തവക്കുലിന്റെ മക്കാമിലുള്ള ആളുകൾക്ക് അവർക്ക് ചികിത്സിക്കാതിരിക്കുകയും ചെയ്യാം. രോഗിയോട് കാട്ടേണ്ട മര്യാദകൾ, അതുപോലെ രോഗിനെ വേണ്ടി വരുമ്പോൾ രോഗി സന്ദർശകരോട് കാണിക്കേണ്ട മര്യാദകൾ തുടങ്ങിയ ധാരാളം വിഷയങ്ങൾ ഈ അധ്യായത്തിൽ ഫുഖഹാ, ജനായിദിന്റെ അധ്യായത്തിന്റെ മുഖവുരയിൽ ഫുഖഹാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പറയുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ വേണ്ടി വരും. രോഗ സന്ദർശനവും അതിന്റെ മര്യാദയും അത് നിങ്ങളെ നോക്കാൻ വേണ്ടി വിടാം. ഞാൻ വേഗം മരിപ്പിച്ച് കുളിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രോഗത്തിലധികം കടത്തുന്നില്ല. നിങ്ങളുടെ സൗകര്യത്തിൽ രോഗികളെ സന്ദർശിക്കേണ്ട മര്യാദകൾക്ക് ധാരാളം ഹദീസിന്റെ അകമ്പടിയോടെ മനഃശാസ്ത്രപരമായി പുണ്യ റസൂലിന്റെ മനഃശാസ്ത്രമൊക്കെ നമുക്ക് അവിടെയാ വായിച്ചെടുക്കാൻ കഴിയാം. എങ്ങനെ ഒരു രോഗിനോട് പെരുമാറണം, രോഗിയോട് സമീപിക്കേണ്ട, രോഗി ഇങ്ങോട്ട് കാണിക്കേണ്ട മര്യാദകളൊക്കെ ധാരാളം ഹദീസുകളിൽ കാണാം. രോഗി കേവലം ഭൗതികമായ ചികിത്സകൾക്കപ്പുറം ആത്മീയമായ ചികിത്സകൾ, മന്ത്രങ്ങൾ, ഉറുക്കുകൾ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ചികിത്സാ രീതികളെ സംബന്ധിച്ചൊക്കെ ഈ അധ്യായത്തിൽ ബഹുമാനപ്പെട്ട ഫുഖഹാ രേഖപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടെത്തണം. വെറും മരുന്ന് കൊടുക്കൽ മാത്രമല്ല, മറിച്ച് മന്ത്രങ്ങൾ, ധാരാളം മന്ത്രങ്ങൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല രോഗത്തിനുമുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള മന്ത്രങ്ങൾ, പൊതുവായ മന്ത്രങ്ങൾ, പൊതുവായ ചികിത്സാ രീതി, സെപ്പറേറ്റ് ആയിട്ടുള്ള ചികിത്സാ രീതിക്ക് ആത്മീയമായ ചികിത്സകളൊക്കെ ഈ ഗ്രന്ഥങ്ങൾ ഇത്തരം പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുത്താല ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ മേഖലയിൽ നല്ലൊരു ഗ്രന്ഥം ഞങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. ഇനി മരണം ആസന്നമായ വ്യക്തി അവസാനം രോഗത്തിന്റെ അവസാന ശയ്യയിൽ അല്ലെങ്കിൽ മരണം മുമ്പിലെത്തുകയാണ്, വല്ല കാരണങ്ങളാലും മരണം മുമ്പിലെത്തിയ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങൾ എണ്ണി ഞാൻ പറഞ്ഞു തീർത്തു പോവുകയാണ്. ഒന്നാമത്, രോഗമുള്ള സമയമാണെങ്കിലും മരണത്തിന് മുറ്റത്തെത്തിയ ഒരാളാണെങ്കിലും അയാൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അയാൾ മരണത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കൽ. എപ്പോഴും രോഗിക്ക് പ്രത്യേക സുന്നത്താണ്, അല്ലാത്തവർക്ക് സുന്നത്താണ്. ആസന്നമായ ആളുകൾ ഈ മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കം കൂട്ടുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താ ഈ ഒരുക്കം കൂട്ടുക എന്ന് പറഞ്ഞാൽ? മരിക്കാൻ പോകുന്ന ഒരുക്കം കൂട്ടുക, ഒരുക്കി തയ്യാറാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണത്തിനു വേണ്ടി ഈ വ്യക്തി വിധേയമാകുമ്പോൾ എല്ലാ ഹക്കടപാടുകളിൽ നിന്നും ആളുകളും നിന്നും അള്ളാഹുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ നിന്നൊക്കെ പൂർത്തിയായി അതൊക്കെ പൂർത്തീകരിച്ച് പരിപൂർണ തായിബായി തോബയോടുകൂടി ഭരിക്കണം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ.
അതിലൊന്ന് ആർക്കെങ്കിലും വല്ല ഇടപാടും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തുവിട്ടുക, അല്ലാത്ത പക്ഷം അത് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുക. അതുപോലെ ആരെങ്കിലും നാവ് കൊണ്ടോ മറ്റോ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പൊരുത്തപ്പെടിക്കാൻ നേരിട്ട് അവസരമില്ലെങ്കിൽ പൊരുത്തപ്പെടിക്കാൻ ആളെ ഏൽപ്പിക്കുക എന്ന് തുടങ്ങി മരണത്തിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും ഒരുങ്ങി നിൽക്കണം. ഇതെല്ലാ ആളുകൾക്കും എപ്പോഴും സുന്നത്താണ്. വൽ മരീദു ആക്കതു, രോഗിക്ക് പ്രത്യേകം സുന്നത്താണ്. മരണം ആസന്നമായ സമയത്ത് അതിപ്രധാനമായ സുന്നത്താണ്. മാത്രമല്ല മരണം ഓർമ്മിക്കൽ, എപ്പോഴും മരണം ഓർമ്മിക്കൽ സുന്നത്താണ്. അതുപോലെ രോഗിക്ക് പ്രത്യേകം സുന്നത്താണ്. അങ്ങനെ അയാളുടെ മരണം എത്തിയ സന്ദർഭത്തിൽ ആദ്യമായി അയാൾ ചെയ്യേണ്ടത്, അയാൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് വല്യഹ്സിൻ ലന്നഹു ബില്ലാഹി സുബ്ഹാനഹു, അയാൾക്ക് അല്ലാഹുവിനെ സംബന്ധിച്ച് നല്ല പ്രതീക്ഷ ഉണ്ടായി കൊടുക്കണം. മരണമാസന്നമായ വ്യക്തിക്ക് ആദ്യമായി ചെയ്തു കൊടുക്കേണ്ടത് അല്ലാഹുവിനെ സമൂഹ ബില്ലാഹി സുബ്ഹാനഹു. കൊണ്ട് ഞാനത് വിശദീകരിക്കില്ല, നിങ്ങൾ അത്തിനും പറയാം. ആ വിചാരത്തിനനുസരിച്ച് അള്ളാഹു ആയിത്തരുമെന്നാണ് ഹദീസിൽ കാണാം, ഖുദ്സിയായ ഹദീസിൽ കാണാം, അന ഇന്ദ നന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെപ്പറ്റി എന്താണോ വിചാരിച്ചത് ഞാൻ അതായി കൊടുക്കും അടിമക്ക്. അള്ളാഹു റഹ്മത്തെ ചെയ്യുള്ളൂ, എന്നെ അള്ളാഹു കയ്യൊഴിയൂല എന്നാണ് ഇവന്റെ വിശ്വാസമെങ്കിൽ അന ഇന്ദ നന്നി അബ്ദി ബി, ഞാനതായി കൊടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്ര വലിയ ദോഷിയാണ്, ഞാൻ ഇത്ര വലിയ പാപിയാണ്, ഞാൻ ഇത്ര വലിയ കുറ്റക്കാരനാണ്, എനിക്ക് അല്ലാഹു പുറത്തു തരൂല എന്ന ഒരു വരും. 100 ആളുകൾക്ക് 100 ആളെ കൊന്ന ആൾക്ക് തോപ ചെയ്തു കൊടുത്ത, തോപ സ്വീകരിച്ച, മാപ്പ് കൊടുത്ത, ഫിറൗനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി 2 നബിയെ പറഞ്ഞയച്ച വിശാലമായ റഹ്മത്തിന്റെ അല്ലാഹു, ആ അല്ലാഹു ഈ പാവപ്പെട്ട എന്നോട്, അവന്റെ മതം അംഗീകരിച്ച മുസ്ലിമായ എന്നോട് അവൻ കരുണ കാണിക്കാതെ എന്റെ അല്ലാഹു എന്നെ ഒഴിവാക്കൂല എന്ന നല്ലൊരു പ്രതീക്ഷ അയാളുടെ മനസ്സിലുണ്ടായി കൊടുക്കണം. അത് രോഗിയുടെ അടുത്ത് ചെയ്യേണ്ട, മരണമാസന്നമായ വ്യക്തിക്ക് ചെയ്തു കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹു തആല അതനുസരിച്ച് ആയി കൊടുക്കുമെന്നാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം പ്രത്യേകം പഠിപ്പിച്ചതുകൊണ്ട് എണ്ണി പറയുകയാണ്. രണ്ടാമത്, രോഗിയെ മരണാസന്നമായ അവസ്ഥയിൽ അയാൾ ഒരു നല്ല റൂമിൽ കിടക്കണം. മരിക്കാൻ വേണ്ടി പോകുമ്പോൾ എല്ലാവരും കൂടി നിലവിളിക്കല്ല വേണ്ടി. പിന്നെ രണ്ടാമത് അയാൾ ചെയ്യേണ്ടത് നല്ലൊരു റൂമിൽ കിടക്കണം. നല്ലൊരു റൂം എന്ന് പറഞ്ഞ ഉദ്ദേശം, ഒന്ന് ആ റൂമിൽ ഹൈദ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഹൈദ് കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. 2, ആ റൂമിന്റെ ചുമരിലോ അളമാറയിലോ അതുപോലെ തന്നെ ബെഡിനടിയിലോ മറ്റോ ബൊമ്മകൾ, ചിത്രങ്ങൾ, പ്രതിമകൾ ഉണ്ടാകാൻ പാടില്ല. 3, ആ റൂമിൽ നജസോ മറ്റോ വൃത്തികെട്ട സാധനങ്ങളൊന്നും ഇല്ലാതിരിക്കണം, അതൊക്കെ ഒഴിവായ ഒരു നല്ല വൃത്തിയുള്ള റൂമിൽ കിടക്കണം. ഇതാണ് മരണമാസന്നമായ വ്യക്തിയുടെ മുമ്പിൽ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. ഇതിലുള്ള നേട്ടം ശരിക്കും ശ്രദ്ധിക്കണം, ഓരോന്നിന്റെ നേട്ടം ഞാൻ കൂടെ പറയുന്നുണ്ട്. ഇതിലുള്ള നേട്ടം, മരണമാസന്നമായ വ്യക്തിയുടെ അടുത്ത് മലായികത്ത് കടന്നു വരുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. സൂറത്ത് ഫുസ്സിലത്തിന്റെ ആയത്തുകൾ അതിന് തെളിവാണ്, ധാരാളം ആയത്തുകൾ. മരണമാസന്നമായ വ്യക്തിയുടെ അടുത്ത് ധാരാളം മലായികത്ത് കടന്നു വരുമെന്ന് സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅഖ്ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ നുസുലൻ മിൻ ഗഫൂരിർ റഹീം. സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു പറയുകയാണ്, ആളുകൾ നല്ല ജീവിച്ച് മരിക്കുന്ന ആളുകൾ മരണസമയത്ത് മലായികത്ത് കൂട്ടമായി ഇറങ്ങി വന്ന് കൂട്ടം ഇറങ്ങിയ മാത്രമുണ്ട്. റൈഹാൻ പുഷ്പങ്ങളും ഉണ്ടാകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ മലായികത്ത് കടന്നു വന്ന്
സ്വർഗീയ കഫം പടവ കാണിച്ച്, സ്വർഗീയ പൂച്ചെടികൾ കാണിച്ച്, മരിക്കാൻ പോകുന്ന മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന സന്തോഷകരമായ ഒരു അവസ്ഥ മുഅ്മിനായ മനുഷ്യനുണ്ടാകുമ്പോൾ ഈ റഹ്മത്തിന്റെ മലായികത്ത് കടന്നു വരാത്ത ചില വീടുകളുണ്ട്. ആ വീടുകളിൽപ്പെട്ട ഒരു വീടാണ് ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി സൂറത്തും വലാ ഹാദിദും വലാ ഖൽബുൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വീട്ടിൽ, ഈ റൂമിൽ, മരണാസന്ന വ്യക്തിയുടെ റൂമിൽ ഒരു ബൊമ്മയുണ്ടെങ്കിൽ, സൂറത്തുണ്ടെങ്കിൽ, ഒരു ഹൈലുകാരി ഉണ്ടെങ്കിൽ, വൃത്തികേടുകളുണ്ടെങ്കിൽ റഹ്മത്തിന്റെ മലായികത്ത് കടന്നു വരുവാണ്. ബൊമ്മയും സൂറത്തും പ്രതിമ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു ക്ലാസ് ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് പറയണം. അത് എനിക്ക് കുറച്ച് തഫ്സീർ ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഫോട്ടോ, അതുപോലെ തന്നെ പിന്നെ ഫോട്ടോഗ്രാഫ് കൊണ്ടുള്ള ഫോട്ടോ, വീഡിയോ, അതൊക്കെ എന്താണ്, അതിന് ഒരു വിശദമായ ഒരു പഠനത്തിലേക്ക് ഇപ്പൊ നമ്മൾ ഇറങ്ങിയാൽ നമ്മുടെ സമയം അങ്ങനെ ഒഴിഞ്ഞു വരികയാണ്. ചുരുക്കം അതിന് വൽഹാസിൽ പറഞ്ഞാൽ തടവിയാൽ കിട്ടുന്ന അത്ര രൂപത്തിലുള്ള, തടവലിൽ പെടുന്ന രൂപത്തിലുള്ള സാധനങ്ങൾ. നമ്മള് പത്രത്തിലുള്ള ഫോട്ടോകളൊന്നും തടവിയാൽ നമ്മുടെ കയ്യിൽ പെടാത്തതാണ്. അതേ സ്ഥാനത്ത് അതിന് പാർശ്വങ്ങളുള്ള സൂറത്തുകളാണെങ്കിൽ അത് തടവലിൽ കൊടുക്കും. അങ്ങനെയുള്ളതാണ് സൂറത്ത് കൊണ്ടുള്ള വിവക്ഷിതമെന്ന് ഹാസിലുമാ കുൽത്തു ഷോർട്ടായിട്ട് പറയാം. അപ്പൊ അങ്ങനെയുള്ള സൂറത്തുകളൊന്നും നമ്മളെ വീട്ടിലുള്ള ബൊമ്മ, കളിക്കുട്ടികൾക്ക് കളിപ്പാവകളായി വെക്കുന്ന സാധനങ്ങൾ, അതൊക്കെ ഇതിൽപ്പെടും. അതൊന്നും ഇല്ലാത്ത ഒരു റൂമിലാണ് മരണാസന്ന വ്യക്തിയെ കടത്തേണ്ടത്. അപ്പൊ മരണം ഹാജറാകുന്ന വ്യക്തിക്ക് ചെയ്തു കൊടുക്കേണ്ട രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ. ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല പ്രതീക്ഷ ഉണ്ടാക്കുക. 2, നല്ല വൃത്തിയുള്ള റൂമിൽ കിടത്തണം. മൂന്നാമത് അയാളെ കിടത്തേണ്ട രൂപം. മരണമാസന്ന വ്യക്തിയെ അയാളെ ഖിബിലയിലേക്ക് ചെരിച്ച് വലത്തോ ഇടത്തോ ചെരിച്ച് കിടത്തുക. ഖിബിലയിലേക്ക് തിരിച്ചുകൊണ്ട് വലത്തോ ഇടത്തോ ചെരിച്ച് കിടത്തുക. അതാണ് മൂന്നാമത്തെ സൂറത്ത്. അത് വലത്തിന്റെ മേലോ അല്ലെങ്കിൽ ഇടത്തിന്റെ മേലോ ചരിച്ചു ഇതിന്റെ മേലെ കിടക്കുക, അല്ലെങ്കിൽ അയാളെ ഇടതുഭാഗത്തിന്റെ മേൽ കിടത്തുക. രണ്ടാണെങ്കിലും അയാളെ ഖിബിലക്ക് തിരിഞ്ഞുകൊണ്ടാവണം. ഒന്നാമത് വലതുഭാഗത്തിന്റെ മേലാ കിടത്തൽ, അത് അസാധ്യമല്ലെങ്കിൽ ഇടതുഭാഗത്തിന്റെ മേലാ കിടത്തൽ. ഇത് രണ്ടും അല്ലെങ്കിൽ മൂന്നാമത് രൂപം. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദബിൽ പറയുന്നത് കാണാം, മരണമാസന്ന വ്യക്തിയെ അതുപോലെ കടത്തുന്നതിന് 2 രൂപമാണുള്ളത്. 2 സുന്നത്തായ രൂപങ്ങളാണുള്ളത്. അതിലൊരു രൂപം ഇമാം നവവി ഒന്നാമതെന്ന് പറയുന്നത് അയാളെ മലർത്തി കടത്തുക എന്നതാണ്. അത് മിൻഹാജിൽ രണ്ടാമതായിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ അത് രണ്ടാമതായി പറയുന്നത്. രണ്ടാമത്തെ രൂപം ഇമാം നവവി ശറഹുൽ മുഹദ്ദബിൽ പറഞ്ഞ ഒന്നാമത്തെ രൂപം മയ്യത്തിനെ മലർത്തി കടത്തി. ഒന്ന് നമ്മൾ പറഞ്ഞത് മയ്യത്തിനെ ചെരിച്ച് കടത്തുക, വലത്തിന്റെ മേൽ ചെരിച്ച് കടത്തുക, അല്ലെങ്കിൽ ഇടത്തിന്റെ മേൽ ചെരിച്ച് കടത്തുക. രണ്ടാകുമ്പോഴും ഈ മരണാസന്ന വ്യക്തി അയാൾ ഖിബിലക്ക് തിരിഞ്ഞുകൊണ്ടാകും. രണ്ടാമത്തെ രൂപം അയാളെ മലർത്തി കടത്തുക. മലർത്തി കടക്കുന്ന സമയത്ത് പിന്നെ അയാളുടെ കാലിന്റെ കാലിന്റെ അടിഭാഗം, അതുപോലെ അയാളുടെ മുഖവും ഖിബിലയിലേക്കാകുന്ന രീതിയിൽ മലർത്തി കിടത്തണം. അപ്പൊ അയാളുടെ തല കിഴക്കും, നമ്മളെ നാട്ടിൽ പറയാം അയാളെ തല കിഴക്കും കാല് പടിഞ്ഞാറുമാകുന്ന രീതിയിൽ കിടത്തിയാൽ, തലന്റെ അടിയിൽ തലയണിയോ മറ്റോ വെച്ച് തല ഉയർത്തിയാൽ മുഖം ഖിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കും. കാല് വെളിവാക്കി നേരിട്ട് വെച്ചാൽ കാലിന്റെ അടിഭാഗവും ഖിബിലയിലേക്ക് നിൽക്കും. ഈ രീതിയിൽ മലർത്തി കിടത്തും. ഇപ്പൊ 3 രൂപമാണ് കടത്തത്തിന് പറഞ്ഞത്. ഒന്ന്, മയ്യത്ത് മരണമാസന്ന വ്യക്തിയെ ചെരിച്ചു കിടത്തും. മരണമാസന്നമായ വ്യക്തിയായിട്ട് മരിച്ചിട്ടൊന്നുമില്ല, അയാൾ ചെരിച്ചു കിടത്തുക. ചെരിച്ചു കിടത്തുമ്പോൾ വലതുഭാഗത്തിന് മേൽ ചെരിച്ച് ഖിബിലയിലേക്ക് തിരിക്കുക, അല്ലെങ്കിൽ ഇടതുഭാഗത്തിന് മേൽ ചെരിച്ച് ഖിബിലയിലേക്ക് തിരിച്ചു കിടത്തുക. ഇത് രണ്ടും അല്ലെങ്കിൽ അയാൾ മലർന്നു കിടക്കുക. മലർന്നു കിടക്കുമ്പോൾ കാലിന്റെ അടിയുടെ വെള്ളയും, അതുപോലെ തന്നെ തലയുടെ അടിഭാഗത്തുണ്ടെങ്കിൽ തലയണിയോ വെച്ച് അതിൽ തല ഉയർത്തിയിട്ട് മുഖഭാഗവും ഖിബിലയിലേക്കാവുക. ഈ 3 രീതിയിലാണ് കിടത്തമുള്ളത്. 3 സുന്നത്താണ്.
എന്നാൽ പണ്ടേ ജനങ്ങൾ ചെയ്തു വരുന്ന രൂപം മയ്യത്തിനും ഈ മരണമാസന്ന വ്യക്തിയെയും അതുപോലെ തന്നെ മയ്യത്തിനെയും മലർത്തി കിടത്തൽ. അമലുന്ന ജനങ്ങൾ അതാണ് അനുവർത്തിച്ചു വരുന്നത് എന്ന് മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു തന്റെ ശറഹുൽ മുഹദ്ദബിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് സുന്നത്തുമാണ്. അങ്ങനെ കിടത്തിയതിനു ശേഷം ഇനി അടുത്ത ചെയ്യേണ്ടത് അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കും. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മയ്യത്ത് ലാ ഇലാഹ എന്ന് മാത്രമേ ചൊല്ലിക്കൊടുക്കുള്ളൂ. മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലിക്കൊടുക്കണ്ട. ആലുവ തരീഖത്താർ പറയുന്നുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ മാത്രമേ മൂമിനാകാൻ കഴിയുള്ളൂ. അത് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോക്കെ മുസ്ലിമായ മനുഷ്യന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എല്ലാ സ്ഥലത്തും ചെല്ലണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലണം എന്ന് പറഞ്ഞിടത്തൊക്കെ മുഹമ്മദ് റസൂലുള്ളാഹ് സങ്കല്പിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അത് ശരിയല്ല. അതിന് മറുപടി, കൃത്യമായ മറുപടിയാണ് നമ്മുടെ ഫുഖഹാ പറഞ്ഞ ഈ ഭാഗം. ഇത് ശ്രദ്ധിക്കുക. വയുലഖ്ഖനു ഷഹാദ ഐ ലാ ഇലാഹ ഇല്ലല്ലാഹു ഫഖത്. മരണം ആസന്ന വ്യക്തിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കണം. അത് മാത്രം. മുഹമ്മദ് റസൂലുള്ളാഹ് വേണ്ട. എന്തിനാണ് അത് ചെയ്തു കൊടുക്കുക? അതിന്റെ നേട്ടം ഞാൻ ഓരോന്നിന്റെയും ഗുണങ്ങളും പറയണം, അതിന്റെ ഉപകാരങ്ങൾ, അതിനെ കൊണ്ടുള്ള നേട്ടം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരാളുടെ അവസാനത്തെ വാചകം, ഫിനിഷിംഗ് വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ ദഖലൽ ജന്ന. ദഖലൽ ജന്ന എന്ന് പറഞ്ഞാൽ അയാൾ സ്വർഗ്ഗത്തിൽ കടന്നു. സ്വർഗ്ഗത്തിൽ കടന്നു എന്ന് പറഞ്ഞാൽ ഒരാൾ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാതിരുന്ന സ്വർഗ്ഗത്തിൽ കടക്കൂല എന്നൊന്നുമല്ല. എല്ലാ മൂമിനായി മരിച്ചാൽ അയാൾ സ്വർഗ്ഗത്തിലാണ്. അയാൾ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, അയാൾ എത്ര മോശക്കാരനാണെങ്കിലും, എത്ര കുറ്റങ്ങളുള്ള ആളാണെങ്കിലും, ജീവിതത്തിൽ ഒരു നന്മ പോലും ചെയ്തിട്ടില്ലെങ്കിലും അയാൾ മുസ്ലിമാണോ, അയാൾ മുസ്ലിമായിട്ടാണോ മരിച്ചിട്ടുള്ളത്, അയാളുടെ തെറ്റുകൾക്കൊക്കെ അള്ളാഹു തആല ശിക്ഷിക്കുകയാണെങ്കിൽ ആ ശിക്ഷ കഴിഞ്ഞതിന് ശേഷം അള്ളാഹു അഫ്വ് കൊടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് അയാൾ അവസാനം കടക്കുന്ന സങ്കേതം സ്വർഗമാണെന്ന് ഇസ്ലാമിന്റെ അഖീദ. പിന്നെന്തിനാണ് അവസാനം മരിക്കുമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുന്നത്? ഇത് ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. മരിക്കുമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം എന്ന് പറയുന്നത് അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുകൊണ്ട് ഒരാളുടെ വാചകം ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ, അവസാനത്തെ വാചകമാവുകയാണെങ്കിൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിന് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ഐ മഅൽ ഫായിസീൻ. അതാണ് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ അതിന് കൊടുത്ത വ്യാഖ്യാനം. ഐ മഅൽ ഫായിസീൻ. ഇമാം നബി റളിയല്ലാഹു അൻഹു തന്റെ ശറഹ് മുസ്ലിമിൽ കൊടുത്ത വ്യാഖ്യാനം അത് തന്നെ. ഐ മഅൽ ഫായിസീൻ എന്ന് പറഞ്ഞാൽ അയാൾ ഹിസാബില്ലാതെ ഉന്നതരോടൊപ്പം സ്വർഗ്ഗത്തിൽ പോകും. അയാൾ ഉന്നതരോടൊപ്പം സ്വർഗ്ഗത്തിൽ പോകും. അയാൾ നരകത്തിൽ പ്രവേശിക്കാതെ സ്വർഗ്ഗത്തിൽ പോകും. അയാൾ രാജകീയമായി സ്വർഗ്ഗത്തിൽ പോകുമെന്നർത്ഥം. അപ്പൊ ആ ഉന്നത പദവി ലഭിക്കാൻ, മഹ്ശറയിലും പരലോകത്തും ഉന്നത ഔന്നിത്യ സ്ഥാനം ലഭിക്കാൻ വേണ്ടി നമ്മളൊരു മനുഷ്യന് ചെയ്തു കൊടുക്കേണ്ട സഹായമാണ് മരണം ആസന്നമായ വ്യക്തിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കണം. അവിടെ വേറൊരു 2-3 സുന്നത്തുകൾ എണ്ണേണ്ടി പറയുകയാണ്. സമയം പോരാത്തത് കൊണ്ട് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, കുൽ എന്ന് പറയുന്നത്, അത് പറയിലായില്ല എന്ന് പറയാൻ പാടില്ല, പറയാൻ വേണ്ടി നിർബന്ധിക്കാൻ പാടില്ല. ഇനി അയാളത് ചൊല്ലിയാലോ, ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ വീണ്ടും വർത്താനം എന്തെങ്കിലും പറയുകയാണെങ്കിൽ വീണ്ടും ചൊല്ലിക്കൊടുക്കും. അയാളത് ചൊല്ലിയതിനു ശേഷം കുറെ നേരം മിണ്ടാതിരുന്നാൽ പിന്നെ നമ്മളൊന്നും അങ്ങോട്ട് സംസാരിക്കാൻ പാടില്ല, അങ്ങനെ മരിച്ചോട്ടെ. അതിനുശേഷം ദുനിയവീയമായ വല്ല സംസാരിച്ചാൽ വീണ്ടും അയാൾക്ക് അത് ആവർത്തിച്ചു കൊടുക്കണം. അത് വളരെ പ്രധാനത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുക, അതാണ് അടുത്ത കാര്യം. അപ്പൊ ഇത്ര കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെന്താ? അള്ളാഹുവിനെ പറ്റിയുള്ള ഭാവന. 2, വൃത്തിയുള്ള റൂമിൽ കിടത്തുക. 3, മരണാസന്ന വ്യക്തിയെ അയാളെ കിബിലക്ക് മുന്നടിച്ച് കിടത്തല്ലേ. 4, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി 5-മത്തെ കാര്യം, ഈ 4 കാര്യം സുന്നത്താണെങ്കിലും അതുകൊണ്ടുള്ള നേട്ടം വളരെ വലുതാണില്ല. ഓരോന്നിന്റെയും നേട്ടം നമ്മൾ പറഞ്ഞു, ഇതുകൊണ്ട് വലിയ നേട്ടം കിട്ടാനുണ്ട്. 5-മത്തെ കാര്യത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് സുന്നത്തുണ്ട്, ഒന്ന് ഫർദുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം. അത് മരണാസന്ന വ്യക്തിക്ക് വെള്ളം കൊടുക്കാൻ. വയുജറഉൽ മാഉ നദ്ബൻ വൽ വുജൂബൻ ഇൻ ളഹറത് അമാറാത്തുൻ തദല്ലു അലാ ഇഹ്തിയാജിഹി ലഹു. മരണമാസന്ന വ്യക്തിക്ക് വെള്ളം കൊടുക്കുന്നതിന് 2 വിധിയാണുള്ളത്. ഒന്ന് സുന്നത്ത്, ഒന്ന് വുജൂബ്. സുന്നത്തായ അവസ്ഥ, സാധാരണ അവസ്ഥ, മരണമാസന്ന വ്യക്തിക്ക് വെള്ളം കൊടുക്കൽ സുന്നത്താണ്. അതേ സ്ഥാനത്ത് മരണാസന്ന വ്യക്തിക്ക് ഇൻ ളഹറത് അമാറത്തുൻ തദല്ലു അലാ ഇഹ്തിയാജിഹി ലഹു,
ഈ വ്യക്തി വെള്ളത്തിലേക്ക് ആവശ്യമുണ്ട് എന്നതിന്റെ വല്ല അടയാളവും പ്രത്യക്ഷപ്പെട്ടാൽ, മരിക്കുന്ന സമയത്ത് നല്ല ദാഹം ഉണ്ടാവും. റൂഹ് ഊതുന്ന ശുദ്ധത്ത് കൊണ്ട്, റൂഹ് ഊരപ്പെടുന്ന ശുദ്ധത്ത് കൊണ്ട് നന്നായി ദാഹിക്കുന്നു. ഈ ദാഹത്തിന്റെ പ്രകടങ്ങൾ, അതിന്റെ ദാഹിക്കുന്നുണ്ട് എന്നതിന്റെ രൂപം പ്രത്യക്ഷമായി പ്രകടമായി കണ്ടാൽ അയാൾക്ക് വെള്ളം കൊടുക്കൽ നിർബന്ധമാണെന്ന് ബഹുമാനപ്പെട്ട ശരീഅത്ത് പഠിപ്പിക്കുക. വെള്ളം കൊടുക്കൽ നിർബന്ധമാണ്. വെള്ളം കൊടുക്കൽ നിർബന്ധമാണ്. അങ്ങനെ അടയാളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ലെങ്കിൽ വെള്ളം കൊടുക്കൽ സുന്നത്താണ്. എന്താണ് നിർബന്ധം? കാരണം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യഅതി ഇലൈഹി ശൈത്താനു ബിമാഇൻ സല്ലാലി. ശൈത്താൻ മരണാസന്ന വ്യക്തിയുടെ അടുത്ത് വരുന്നത് വെള്ളവുമായിട്ടായിരിക്കും. എങ്ങനെയുള്ള വെള്ളം? ദാഹിച്ച് വലഞ്ഞു നിൽക്കുന്ന ഈ മനുഷ്യന്റെ മുമ്പിൽ അവനെ പിഴപ്പിക്കുന്ന വെള്ളവുമായിട്ട് വരും. എന്നിട്ട് പറയും, ഖുൽ ലാ ഇലാഹ ഗൈരി ഹത്താ ഉസ്തി. നിങ്ങൾക്ക് ഞാൻ ഈ വെള്ളം വേണോ, വെള്ളം തരണോ എന്ന് കാണിച്ചുകൊണ്ട് ചോദിക്കും. അയാൾ പറയും, എനിക്ക് വെള്ളം വേണം. പറയുന്നതും ചോദിക്കുന്നതും നമുക്ക് കാണാൻ സാധ്യമല്ല, നമുക്ക് അറിയാൻ സാധ്യമല്ല. അത് ഈ മനുഷ്യൻ മാത്രം അറിയുന്നതാണ്, മരിക്കാൻ പോകുന്ന ഈ വ്യക്തി മാത്രം അറിയുന്നതാണ്. അങ്ങനെ ദാഹിച്ച് വളരെ പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ അയാൾ പറയും, എനിക്ക് ആ വെള്ളം വേണം. അപ്പോൾ പറയും, വെള്ളം തരണമെങ്കിൽ ലാ ഇലാഹ ഗൈരി, ഞാനല്ലാതെ ഇലാഹില്ല എന്ന് പറയണം. അങ്ങനെ സമ്മതിക്കുകയാണെങ്കിൽ അയാൾ വെള്ളം കൊടുക്കും. ദാഹത്തിന്റെ അതിശക്തി കൊണ്ട് ഒരു പക്ഷേ ആ വെള്ളത്തിന് വേണ്ടി അയാൾ അങ്ങനെ പറഞ്ഞാൽ അയാൾ ഈമാൻ നഷ്ടപ്പെട്ടു. സുൽബുൽ ഈമാൻ എന്ന് പറയുന്ന ഒരവസ്ഥ, അവസാനം ഈമാൻ ഉയരപ്പെടുന്ന അവസ്ഥ, സൂൽ ഖാത്തിമത്തിന്റെ അവസ്ഥ. അല്ലാഹു തആല നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത് വലിയ വലിയ ആളുകൾക്കൊക്കെ ഉണ്ടാവും. കുറേ കാലം ദിവസം നടത്തിയോണ്ടെന്നും ഈമാൻ കിട്ടി മരിച്ചോണ്ടെന്നില്ല. വലിയ വലിയ മുദരിസന്മാരും അതുപോലെ വലിയ വയസ്സ് പറഞ്ഞ ആളുകളും അതുപോലെ വലിയ ഔലിയാക്കളായ നമുക്ക് തോന്നിയ ആളുകളും വലിയ വർഗത്തിൽക്കപ്പെട്ട ആളുകളാണെന്ന് തോന്നിയ ആളുകളൊക്കെ അവസാനം ഈമാൻ ഉയരപ്പെട്ട് മരിച്ചുപോയ എത്രയോ സംഭവങ്ങൾ ഇന്നും ഇന്നലകളിലും ചരിത്രങ്ങളിലും കഴിഞ്ഞു പോയത് കാണാം. മലായികത്തിന് ദർശനത്തിയ ആളല്ലേ ഇബ്ലീസ്. 12,000 ശിഷ്യന്മാർക്ക് ദർശനത്തിയിരുന്ന ബൽഅം ബിൻ ബാഗൂറിന്റെ കഥ ഖുർആൻ പറയുന്നുണ്ട്. ഇബ്നു സക്കന്റെ കഥ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. എത്രയോ വലിയ വലിയ ആളുകളുടെ കഥകൾ. അതുപോലെ റസൂലുള്ളാഹിന്റെ കൂടെ സഹാബിയായി നടന്ന് എത്രയോ യുദ്ധത്തിൽ പങ്കെടുത്ത അവസാന യുദ്ധത്തിൽ പ്രത്യക്ഷത്തിൽ ഷഹീദായ എന്നാൽ നരകത്തിലാണെന്ന് പുണ്യനബി പ്രവചിച്ച, നേരിട്ട് സഹാബത്തിനോട് പറഞ്ഞു കൊടുത്ത അങ്ങനെയുള്ള മരണം വരിച്ച ആളുകളുടെ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈമാനോടുകൂടി മരണപ്പെടുക എന്നത് വലിയൊരു സൗഭാഗ്യമാണ്. സൂഉൽ ഖാത്തിമത്ത്, ഹുസ്നുൽ ഖാത്തിമത്ത്, ഉസ്താദുമാരെ വെറുപ്പിച്ച ആളുകൾക്ക് സൂഉൽ ഖാത്തിമത്ത് ഉണ്ടാകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ മാതാപിതാക്കളെ വെറുപ്പിച്ച ആളുകൾക്ക് സൂഉൽ ഖാത്തിമത്ത് മാത്രമല്ല, അവർക്ക് നേരത്തെ ദുനിയാവിൽ തന്നെ അതിന്റെ ഫലങ്ങൾ ഉണ്ടാകും. അങ്ങനെ പല കാരണങ്ങളായിരിക്കും ഓരോരുത്തർ വിഷമിക്കാനും ബുദ്ധിമുട്ടാനൊക്കെ. ബഹുമാനപ്പെട്ട മഹാന്മാർ അത് പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ ചുരുക്കി പറയട്ടെ, ശൈത്താൻ അവസാനം വെള്ളം കൊണ്ടുകൊടുത്ത് ആളുകളുടെ ഈമാൻ ഉയരപ്പെടുക എന്ന സുൽബുൽ ഈമാൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ ആരെങ്കിലും അങ്ങനെ വല്ലാതെ ദാഹിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കാണപ്പെട്ടാൽ ആ ദാഹിക്കുന്ന അവസ്ഥയിൽ അയാൾക്ക് വേഗം വെള്ളം കൊടുക്കൽ നിർബന്ധമാണ്. ഇനി അങ്ങനെ ദാഹത്തിന്റെ അടയാളങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ പോലും അയാൾക്ക് വെള്ളം കൊടുക്കൽ സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. ഇനി ഈ മരിക്കാൻ പോകുന്ന വ്യക്തിക്ക് റൂഹ് ഊരൽ, അയാളുടെ മരണം എളുപ്പമായി കിട്ടാൻ സൗകര്യത്തിന് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് പല്ല് തേച്ചു കൊടുക്കുക. പല്ല് തേച്ചു കൊടുത്താൽ റൂഹ് ഊരാൻ എളുപ്പമാകും. അയാളുടെ റൂഹ് പുറത്തു പോകാൻ എളുപ്പം കിട്ടും. പല്ല് തേക്ക്, മിസ്വാക്കിന്റെ 20ഓളം ഗുണങ്ങൾ എണ്ണി പറയുന്ന കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് റൂഹ് ഊതൽ എളുപ്പമാകും, റൂഹ് ഊരൽ എളുപ്പമാകുമെന്ന്. മരിക്കുന്ന സമയത്ത് റൂഹ് ഊരുമ്പോൾ പല്ല് തേച്ചു കൊടുത്താൽ അത് എളുപ്പം കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടുത്തെ പ്രധാനപ്പെട്ട ചരിത്രത്തിൽ കാണാം, ഇമാം ബുഖാരിയും മുസ്ലിമൊക്കെ റിവായത്ത് ചെയ്ത ഹദീസുകളിൽ കാണാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ ഫാത്തിമ ബീബി ആയിഷ ബീബിന്റെ മടിയിൽ നെഞ്ഞത്ത് കടന്നുകൊണ്ട് വഫാത്താകുമ്പോൾ അവിടുത്തെ കണ്ണിങ്ങനെ തുറപ്പിച്ചു നോക്കി ചുമരിലുള്ള മിസ്വാക്കിലേക്കുള്ള നബിയുടെ പുണ്യനബിയുടെ നോട്ട സ്വഹാബത്ത് കണ്ടു. ബഹുമാനപ്പെട്ട ആയിഷ ബീവി കണ്ടു. ആയിഷ ബീവി മനസ്സിലാക്കി മിസ്വാക്കിനെ നബി ആഗ്രഹിക്കുന്നുണ്ട്.
ഉടനെ ആ സിവാക്ക് അവിടുത്തെ കൈകൊണ്ട് വലിച്ചെടുക്കുകയും അത് തന്റെ ഉമിനീര് കൊണ്ട് നനച്ച് അതിനെ മയപ്പെടുത്തുകയും അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിസ്വാക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്ത സംഭവം ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുണ്ട്, ഇമാം ബുഖാരി റിവായത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മിസ്വാക്ക്. മരിക്കാൻ പോകുന്ന ആളുകൾക്ക് മിസ്വാക്ക് ചെയ്തു കൊടുക്കുക. എപ്പോഴും നമ്മൾ കൂടെ കൊണ്ടുനടക്കേണ്ട സാധനമായി പല്ല് ഈ മിസ്വാക്ക്. മൂല്യന്മാര് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. കുറച്ച് ഉറക്കൊഴിഞ്ഞാൽ വായനാറ്. നമ്മൾ രാത്രി ഉറക്കൊഴിഞ്ഞ ആൾക്കാരായിരിക്കും സാധാരണ എത്ര കിതാബ് നോക്കാനുണ്ടാവും. അപ്പൊ രാവിലെ വായനാറ് സുബഹിക്ക് പോയാൽ, അതുപോലെ കുറച്ചു നേരം ഭക്ഷണം കഴിക്കാതിരുന്നാൽ വായനാറ്, കുറെ സംസാരിച്ചാൽ വായനാറ്, പലജാതി കാരണങ്ങളുണ്ടാവും. ചില ആളുകൾക്ക് പ്രകൃതിയിൽ എപ്പോഴും ഇങ്ങനെ വായനാറിക്കൊണ്ടേയിരിക്കും. അതിനൊക്കെ മരുന്ന് അള്ളാഹുവിന്റെ റസൂൽ ഉപയോഗിച്ച മരുന്ന്. നബി തങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടെ കൊണ്ടു നടന്ന, എപ്പോഴും തന്റെ അടുത്ത് തന്നെ കൊണ്ടു നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് സിവാക്ക് എന്നത്. മിസ്വാക്ക് ചെയ്തിട്ട് നിസ്കരിക്കാൻ നിൽക്കൽ സുന്നത്താണ്. മിസ്വാക്ക് ചെയ്തിട്ട് കിതാബ് ഓതൽ സുന്നത്താണ്. മിസ്വാക്ക് ചെയ്തിട്ട് വുദു എടുക്കൽ സുന്നത്ത്. അങ്ങനെ എല്ലാ സ്ഥലത്തും മിസ്വാക്ക് സുന്നത്താണ്. അങ്ങനെ പ്രധാനപ്പെട്ട മിസ്വാക്ക് സുന്നത്തുള്ള ഒരു സ്ഥലമാണ് മരണത്തിന്റെ സാന്നിധ്യം. ദർസ് നടത്താൻ വേണ്ടി പോകുമ്പോൾ മിസ്വാക്ക് സുന്നത്താണ്. വയല് പറയാൻ വേണ്ടി പോകുമ്പോൾ മിസ്വാക്ക് സുന്നത്താണ്. അവിടെയൊക്കെ മിസ്വാക്ക് സുന്നത്താണ്. അതിനൊക്കെ ഓരോ നേട്ടങ്ങളുണ്ട്. 20ഓളം നേട്ടങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട നേട്ടമാണ് മിസ്വാക്ക് ചെയ്താൽ മരണവേദന എളുപ്പമായി കിട്ടും, റൂഹ് എളുപ്പത്തിൽ പോകുമെന്നതാണ്. അതുകൊണ്ട് 6ാമത് മരണാസന്ന വ്യക്തിക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യം മിസ്വാക്ക് ചെയ്തു കൊടുക്കലാണ്. 7ാമത് മരണാസന്ന വ്യക്തിയുടെ അടുത്ത് വെച്ച് ഖുർആാനോദാണ്. എന്തിനാണ് ഖുർആൻ ഓതുന്നത്? അത് 2-3 നേട്ടങ്ങളുണ്ട്. ഒന്ന്, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഹദീസ് ഇമാം അബൂദാവൂദ് റിവായത്ത് ചെയ്യുന്നു. ആ ഹദീസ് സഹീഹാണ്. അബൂദാവൂദ് ലഈഫ് ആക്കിയിട്ടില്ലെങ്കിൽ അത് സഹീഹാണ്. വലം യുളഇഫുഹു അബൂദാവൂദ്. അബൂദാവൂദ് ലഈഫ് ആക്കിയിട്ടില്ലെങ്കിൽ അത് സഹീഹാണ്. അതിന്റെ സ്വഭാവം അങ്ങനെയാണ്. ഇനി ലഈഫാണെങ്കിൽ പോലും ഒരു ഫളീലത്ത് പറയാനാണ്. അതുകൊണ്ട് തെളിവാണ്. അതുകൊണ്ട് നമ്മുടെ ഇമാമുകളൊക്കെ തെളിവ് അവലംബമാക്കിക്കൊണ്ട് മരണാസന്ന വ്യക്തിയുടെ അടുക്കൽ വെച്ച് സൂറത്ത് യാസീൻ അതിൽ പ്രത്യേക സുന്നത്താണ്. സൂറത്ത് യാസീൻ, ഇഖ്റഉ അലാ മൗതാകും സൂറത്ത് യാസീൻ, ഐ മൻ ഹദറഹുൽ മൗതു, മരണം ഹാജറായ ആൾക്ക് സൂറത്ത് യാസീൻ ഓതി കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഈ യാസീൻ ഓതൽ സുന്നത്താണ്. മാത്രമല്ല, അങ്ങനെ ശ്രദ്ധിക്കണം, മാത്രമല്ല ഇവിടെ റഅദ് സൂറത്ത് ഓതൽ സുന്നത്താണ്. പ്രസിദ്ധ താബിഈയായ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സതീർത്ഥ്യനായ പ്രസിദ്ധ താബിഈയായ ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവരെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം റഅദ് സൂറത്ത് ഓതൽ സുന്നത്താണ് എന്ന് മുബറദിവാക്കിയതായി. അതുകൊണ്ട് തന്നെ വഖീല റഅദ് സൂറത്ത് ഓതൽ സുന്നത്താണെന്ന അഭിപ്രായം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ തന്റെ തുഹ്ഫയിൽ, മഹാനായ ഇമാം നവവി തന്റെ മിൻഹാജിൽ, അതുപോലെ തന്നെ ഇമാം നവവി തന്റെ അദ്കാറിൽ, അങ്ങനെ പല സ്ഥലത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. റഅദ് സൂറത്ത് ഓതൽ സുന്നത്താണ്. അതിനെക്കൊണ്ട് ചില നേട്ടങ്ങളുണ്ട്. മരണത്തിന്റെ വേദന എളുപ്പമായി കിട്ടുമെന്നാണ്. റൂഹ് പുറപ്പെടാൻ അത് എളുപ്പമാക്കുന്ന സൂറത്തുർ റഅദ് ഓതിയാൽ. അതാണ് അതിന് കാരണം, ഹിക്മത്ത്. മാത്രമല്ല, പിന്നെ ഇവിടെ മാത്രമല്ല ഖുർആൻ ഓതൽ, മരണമാസന്നമായ വ്യക്തി ഖുർആൻ ഓതൽ സുന്നത്താണ്. മരിച്ച വ്യക്തിയെ മറവ് ചെയ്താൽ ഖുർആൻ ഓതൽ സുന്നത്താണ്. അതുപോലെ തന്നെ മരണ പ്രക്രിയയിൽ ഏർപ്പെടുന്ന ആളുകൾക്ക്, മരിച്ച് കാണാനും വന്ന ആളുകൾക്കൊക്കെ പ്രത്യേകം സുന്നത്തുണ്ട്. മരിച്ചെടുത്ത് വന്ന ആളുകൾക്കൊക്കെ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ സിയാറത്ത് ചെയ്യാൻ പോയ അവിടെ ഖുർആൻ ഓതൽ സുന്നത്തുണ്ട്. മരണമാസന്ന വ്യക്തിയുടെ അടുത്ത് ഖുർആൻ ഓതൽ സുന്നത്താണ്. ഖുർആൻ ഓതുന്നതിന്റെ മറ്റൊരു നേട്ടം, ഖുർആൻ ഓതുന്നിടത്ത് റഹ്മത്തിന്റെ മലായികത്ത് വരും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഒരു സഹാബി അദ്ദേഹം രാത്രി ഇങ്ങനെ ഖുർആൻ ഓതുമ്പോ എന്തോ ഒരു വെളിച്ചം തന്റെ വീട്ടുമുറ്റത്ത് വന്നു. ഖുർആൻ നിർത്തി വെച്ച് അവിടെ ഇറങ്ങി നോക്കുമ്പോൾ അതങ്ങ് പോയി. ഖുർആൻ വെളി പ്രകാശം ഇറങ്ങി വന്നു, ഒരു വലിയ വില്ലിറങ്ങി വന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയോട് കാര്യം പറഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അത് നിങ്ങളുടെ ഖുർആൻ ഓത്ത് കേൾക്കാൻ വേണ്ടി ഇറങ്ങി വന്ന മലായികത്താണ് എന്നാണ്. അപ്പൊ മലായികത്ത് ഇറങ്ങി ഒരു ഖുർആൻ ഓതുന്നിടത്ത്, മരണാസന്ന വ്യക്തിയുടെ അടുത്ത് ഖുർആൻ ഓതിയാൽ അവിടെ മലായികത്ത് ഇറങ്ങി വരുമ്പോൾ റഹ്മത്തിന്റെ മലായികത്തിന്റെ സാന്നിധ്യം കൊണ്ട് മയ്യത്തിന്, മരണാസന്ന വ്യക്തിക്ക് സന്തോഷം ലഭിക്കുമെന്നത് വളരെ നല്ല കാര്യമാണ്. അതേപോലെ ഖബറിന്റെ അടുത്ത് ഓതലും, അതുപോലെ തന്നെ മയ്യത്തിന്റെ അടുത്ത് വെച്ചോതലും, അതുപോലെ തന്നെ മറ്റുള്ള വേളകളിലൊക്കെ ഖുർആൻ ഓതുന്നിടത്തൊക്കെ ഈ ഫലം ലഭ്യമാണെന്ന് പൊതുവായി ഹദീസിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്. മാത്രമല്ല, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാസീൻ ഓതാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത്രയും കാര്യങ്ങളാണ് മരണാസന്ന വ്യക്തിക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. ഇനി മരിച്ച ഉടനെ
ഇത്രയും ആയില്ലേ? ഇങ്ങനെ പല്ലൊക്കെ തേച്ചു. അതുപോലെ തന്നെ യാസീനൊക്കെ ഇങ്ങനെ ഓർന്നതിനിടയിൽ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അങ്ങ് മരിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അയാൾ സ്വന്തം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ പിന്നെ നമ്മളെ ചൊല്ലിക്കൊടുക്കൊന്നും വേണ്ട. ചില ആൾ പറയാൻ അർറഫീഖൽ ലാ ഇലാഹ എന്നാ പറയേണ്ടത്, കാരണം റസൂലുള്ളാഹി ചൊല്ലിയിട്ടാ മരിച്ചത്. അത് അയാൾ റസൂലുള്ളാഹിറ്റാണ് അങ്ങനെ ചെയ്താൽ മതി. അത് റസൂലുള്ളാഹി തങ്ങൾക്ക് മാത്രമല്ല ഖുസൂസിയത്താണ്, സാധാരണക്കാർക്കില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ പറയേണ്ടുള്ളൂ. മുഹമ്മദ് റസൂലുള്ളാഹി വരെ പറയടാ എന്നാ. ഇനി മരിച്ച ഉടനെ മരണാസന്ന വ്യക്തിക്ക് ചെയ്തു കൊടുക്കേണ്ട 7 കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത് അല്ലേ? എത്ര പറഞ്ഞത്? 7 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി മരിച്ച ഉടനെ ഒരാൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ഇതിപ്പോ ഇനി അങ്ങ് പറഞ്ഞാൽ മതി, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇനി മരിച്ച ഉടനെ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ. ഒരാൾ പെട്ടെന്ന് മരിച്ചു, മരണം സംഭവിച്ച ഉടനെ ചെയ്തു കൊടുക്കേണ്ടത്, ഉടനെ 2 കണ്ണും തുറന്നിരിക്കും. ഏത് മനുഷ്യനെ നോക്കിക്കോളി നിങ്ങൾ, മരിച്ചാൽ കണ്ണ് തുറന്നിരിക്കും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാ. അയാൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് അയാളുടെ 2 കണ്ണും ചിമ്മിക്കൊടുക്കണം. 2 കണ്ണും ചിമ്മിക്കൊടുക്കണം. എങ്ങനെയാണ് കണ്ണ് ചിമ്മേണ്ടത്? അങ്ങോട്ട് ശ്രദ്ധിക്കുക. കണ്ണ് ചിമ്മേണ്ടത്, കണ്ണ് ചിമ്മുന്ന സമയത്ത് ഒരു പ്രത്യേക ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി എന്ന് ചൊല്ലൽ സുന്നത്താണ്. അങ്ങനെ തുറന്നു നിൽക്കുന്ന കണ്ണ് അത് നമ്മളെ വിരലുകൾ കൊണ്ടത് അടച്ചു കൊടുക്കുക, പൂട്ടി കൊടുക്കുക. വളരെ സിമ്പിളാണ്. കണ്ണിങ്ങനെ തുറന്നു കിട്ടിയിട്ടുണ്ടാവും, മരിച്ച ഉടനെ അത് വേഗം ചെയ്യാൻ സാധിക്കും. കുറച്ച് കഴിഞ്ഞാൽ അത് ചിമ്മി കൊടുത്താൽ ചിമ്മി നിൽക്കൂല, അത് പൂട്ടാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? മരിച്ച ഉടനെ ശരീരത്തിന് ഒരു ഹീറ്റ്, ഒരു ചൂടുണ്ടാവും. ഈ ഹീറ്റുള്ള സമയത്ത് വേഗം പൂട്ടി കൊടുത്താൽ അത് വേഗം ഉള്ളുന്നതാണ്. നേരെ മറിച്ച് ശരീരത്തിന്റെ ഹീറ്റ് പോയി അത് തണുത്ത് ഉറച്ചാൽ പിന്നീട് നമുക്കത് പൂട്ടിയാലും അത് കൂടുന്നതല്ല. അതുകൊണ്ട് തന്നെ മരിച്ച ഉടനെ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ 2 കണ്ണും തുറന്നു കടന്നാലുള്ള അവസ്ഥ വളരെ ഭയാനകമാണ്. കാരണം അയാളെ നോക്കുന്ന സമയത്ത് തന്നെ വളരെ മോശമായ അവസ്ഥയിൽ കാണപ്പെടും. മോശമായ ഒരവസ്ഥയിൽ അയാൾ കാണപ്പെടും. അങ്ങനെ കാണപ്പെടുന്ന ഒരവസ്ഥ ജനങ്ങൾ മോശമായ ഒരു ധാരണ അയാളെ പറ്റി വരും. നല്ല ഒരു രൂപം അയാളെ കണ്ടാൽ നല്ല അവസ്ഥയിലാണ് പുഞ്ചിരിച്ചുകൊണ്ടാണ് ഉള്ളത്, അയാൾ നല്ല നിൽക്കാൻ മരിച്ചെന്ന് ആളുകൾ പറയും. ആളുകൾ അങ്ങനെ പറഞ്ഞാൽ ആ പറഞ്ഞത് അല്ലാഹു സംഭവിപ്പിക്കും. ഈ മനുഷ്യന്റെ മയ്യത്ത് കാണുന്നില്ലേ, വികൃതമായ രൂപം, അയാളുടെ മുഖം തന്നെ കാണിക്കാൻ പറ്റാത്ത അവസ്ഥ. ആളുകൾ അവിടുന്ന് കച്ചറ വിട്ടു. എന്താണ് അയാളുടെ മുഖം കാണിക്കാത്തത്, എന്താണ് അയാൾ തുണി മൂടി വെച്ചതെന്നൊക്കെ ഇപ്പൊ അടുത്തന്നെ ചില ആളുകൾക്കൊക്കെ ഉണ്ടായല്ലോ. അപ്പൊ ആളുകൾ അത് പറയും. ചിരിക്കൊന്നും വേണ്ട, അല്ലാഹു തആല നമ്മളൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ചിരിക്കേണ്ട അവസ്ഥയല്ല അത്, നമ്മുടെ അവസ്ഥ നമുക്ക് പറയാൻ കഴിയും. നമ്മൾ വേറെയാണ് മാത്രമേ ടോർച്ച് കൊണ്ടടിക്കുള്ളൂ. ആ ടോർച്ച് നമ്മളിലേക്ക് നമ്മൾ തിരിച്ചു നോക്കൂല. എവിടെയെങ്കിലും ജീവിതത്തിന്റെ ദൗർബല്യ നിമിഷത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് മതി. വലിയ 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 ഉന്നതങ്ങളായ ആളുകൾ പോലും നിലംപതിച്ചു വീണ സംഭവങ്ങൾ ധാരാളം ധാരാളം ധാരാളം. എന്റെ തൊട്ടടുത്ത് 80 വയസ്സുള്ള ഒരാൾ 5 നേരം നിസ്കരിക്കാൻ പോകുന്ന സാധാരണക്കാരൻ. എന്തിനാണെന്നറിയില്ല, അയാൾക്ക് ഒരു ബുദ്ധിമുട്ടും പ്രയാസമില്ല. ഈ അടുത്ത് മരിച്ചു. അത് പൂട്ടി രഹസ്യമാക്കി വെച്ചതാണ് വാർത്ത. മരണം അയാൾ കിണറിൽ ചാടിയിട്ടായിരുന്നു. പെട്ടെന്ന് ആളുകൾക്ക് വേഗം, കുടുംബക്കാർക്ക് വേഗം കയറ്റി അത് മൂടി വെച്ചിരിക്കുകയാണ് വാർത്ത. പരിശുദ്ധ റമദാനിൽ കഴിഞ്ഞ മാസം എന്റെ ഒരു സുഹൃത്തിന്റെ ബാപ്പ, അയാൾക്ക് നാവിന് ക്യാൻസർ വന്നു. മക്കളൊക്കെ വൃത്തിയിൽ നോക്കുന്നുണ്ട്. പക്ഷേ തറാവീഹ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അയാൾ കിടക്കുന്ന ബെഡ്റൂമിൽ, ഓഫീസ് റൂമിലെ ജനലിൽ ഒരു കഷ്ണം കയറിൽ അയാൾ ജീവിതം അവസാനിപ്പിച്ചിരിക്കുകയാണ്. വളരെ പ്രായമുള്ള മനുഷ്യൻ, നല്ല മക്കളൊക്കെ സൗകര്യമൊക്കെ ഉണ്ട്. എന്തിനാണെന്നറിയാം. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. ദുർബല നിമിഷമാണ്. അതുപോലെ തന്നെ നമ്മളെ മരണത്തെ പറ്റി ആളുകൾ മോശമായി പറയാം. നമ്മൾ ചിലപ്പോൾ നല്ല മരണാനുസരിച്ച് ആളുകളുടെ അടുക്കൽ മോശമായ വാർത്ത വരും. ജനങ്ങളുടെ നാവ് അല്ലാഹുവിന്റെ ഷഹാദത്താണ്. ആളുകൾ മോശമായി ഇങ്ങനെ സംസാരിക്കുക, നമ്മളെ പറ്റിയുള്ള വാർത്തകളൊക്കെ മോശമായി തന്നെ വന്നുകൊണ്ടിരിക്കും. അതൊരു മോശമായ അവസ്ഥയാണ്. അതേ സ്ഥാനത്ത് ഒരാൾക്കും നല്ല പറയാനൊന്നും ഇല്ല. സാധുവായി പോയ ഒരാൾ, അയാൾ മരിക്കലോടുകൂടി ആളുകളൊക്കെ അയാളെ നല്ലത് പറയാൻ വരുന്നൊരവസ്ഥ. ഉദാഹരണത്തിന് എന്റെ മനസ്സിൽ വേഗം തോന്നുന്നൊരവസ്ഥയാണ് ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് അവர்கள். അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. കാളമ്പാടി ഉസ്താദ് എന്നുള്ള പേര് പോലും പരിചയമില്ലാത്ത, കാളമ്പാടി ഉസ്താദിന്റെ പുണ്യഭൂമുഖ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, കാളമ്പാടി ഉസ്താദിന്റെ വാർത്ത ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത 10,000 കണക്കിന് ആളുകളാണ് ആ മരണ വാർത്ത കേട്ട് ഓടിക്കൂടിയത് പള്ളികളിലും നിസ്കാരങ്ങളിലും മറ്റു അവസരങ്ങളിലും.
അന്ന് ഞാൻ ഒമാനിലെ സോഹാർ എന്ന് പറയുന്ന സ്ഥലത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കവേ എന്റെ സുഹൃത്ത് MT അബൂബക്കർ ദാരിമിയോടൊപ്പം ഇസ്തിഖാമയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കവേ ഏതാണ്ട് 12-1 മണി സമയത്താണ് ആ വാർത്ത വരുന്നത്. ഞങ്ങൾ ഉടനെ വണ്ടി തിരിച്ച് മസ്കത്തിലേക്ക് തിരിച്ചുവിട്ടു. മസ്കത്തിലെത്തുമ്പോഴത്തേക്ക് ഏതാണ്ട് വൈകുന്നേരമായിട്ടുണ്ട്. പള്ളികളൊക്കെ നിറഞ്ഞു കവിഞ്ഞിരിക്കുക. അന്ന് രാത്രി എല്ലാ പള്ളികളിലുമാണ്. മലയാളികളെ കൊണ്ട് പള്ളികൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. എന്തിന്? കാളമ്പാടി ഉസ്താദിന്റെ ജനാസ നിസ്കരിക്കാൻ. അവർ കാളമ്പാടി ഉസ്താദിന്റെ ജീവിതത്തിൽ കണ്ടവരല്ല. കാരണം കാളമ്പാടി ഉസ്താദ് പൊതുരംഗത്തിന്റെ ആളല്ലല്ലോ. ഞങ്ങളൊക്കെ ഇവിടെ പഠിക്കുന്നത് 2002 കാളമ്പാടി ഉസ്താദിന് ആളുകൾക്ക് അറിയുന്നില്ല. അങ്ങനെ ഒരു മനുഷ്യൻ ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ടാണ് കണ്ടത്. ഇതിനൊന്നും അറിയുന്നില്ല. ഉസ്താദ് അവരുടെ ഗാംഭീര്യമുള്ള ക്ലാസ് കേട്ടിട്ട് ഞെട്ടിത്തെരിച്ചു പോയി. ഇങ്ങനെ ഒരു മനുഷ്യൻ ഇത്ര വലിയൊരു ആലിമ്, അത്ര ഗഹനമായിരുന്നു അന്നത്തെ ഉസ്താദ് അവരുടെ ക്ലാസ്. സഹീഹ് ബുഖാരിന്റെ ക്ലാസ് ഞങ്ങൾക്ക് തൊട്ട് മുമ്പ് എടുത്ത വേശകാർക്ക് മുസ്ലിമാണോ അതിനെപ്പറ്റി ഇങ്ങനെ വർണ്ണിക്കാറുണ്ട്. കാളമ്പാടി ഉസ്താദ് മുസ്ലിം എടുത്താലേ അത്ര ഉഷാറാവുക പറയുന്നത്. ഞങ്ങൾ പറയാറുണ്ട് കാളമ്പാടി ഉസ്താദ് ബുഖാരി എടുത്താലേ അത് ശരിയാവുള്ളൂ. ഞങ്ങൾ നേരെ ശേഷമുള്ള ആളുകൾക്ക് തൊപ്പേ ഒതുക്കൊടുത്ത് അവർ പറയും കാളമ്പാടി ഉസ്താദ് തൊപ്പ ഒതുക്കൊടുത്താലേ ശരിയാവുള്ളൂ. അതങ്ങനെയായിരുന്നു അതിന്റെ അവസ്ഥ. ഞാൻ ചുരുക്കം പറഞ്ഞാൽ മരണത്തോടുകൂടി ആളുകളൊക്കെ നല്ല പറഞ്ഞു വരിക. അത് അല്ലാഹു തആല നിശ്ചയിക്കുകയാണ്. അവരുടെ സർട്ടിഫിക്കറ്റ്, അവരുടെ സ്ഥാനം എവിടെയാണെന്ന് പടച്ചവൻ നിർണയിച്ചു കൊടുക്കുകയും. അപ്പോ വലിയ ആളായി ജീവിച്ച ആളെന്നെ നോക്കുമ്പോൾ ആളുകളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ അടുത്ത് ഒരാൾ മരണപ്പെട്ടു ഞങ്ങളുടെ ഭാഗത്ത് നിന്ന്. വലിയ ആളായിരുന്നു. പക്ഷേ ആ ചെറിയ ഗ്രാമത്തിൽ പോലും പകുതിയിൽ പോലും ആളുകൾ ഉണ്ടായില്ല. ഒരു തിരക്കും അനുഭവപ്പെട്ടില്ല എന്നാ പറയുന്നത്. അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹു തആല മനുഷ്യന്മാരുടെ നാവിനെ അവന്റെ ഷഹാദത്തായി നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് മരിച്ചു കിടക്കുന്ന മയ്യത്ത് വികൃതമായി കാണുക എന്ന് പറഞ്ഞാൽ ആളുകൾ വെറുക്കുന്ന മോശാഭിപ്രായം പറയുന്ന ഒരു അവസ്ഥ എത്തുക എന്ന് പറഞ്ഞാൽ മോശമാണ്. അതുകൊണ്ട് മയ്യത്ത് വികൃതമാകാതിരിക്കാൻ, വികൃതമായ രൂപത്തിൽ കാണപ്പെടാതിരിക്കാൻ വേണ്ടി ഒന്ന് കണ്ണ് പൂട്ടി വെക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമ എന്ന് പറയുന്ന സഹാബി വഫാത്തായപ്പോൾ അവിടെ വരികയും ഉടനെ അവിടുത്തെ 2 കണ്ണ് ചിമ്മിക്കൊടുക്കുകയും എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയും ചെയ്ത ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. റൂഹ് പിടിക്കപ്പെട്ടാൽ റൂഹ് അങ്ങനെ അവസാനം കണ്ണിലൂടെ കൊഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ ആ റൂഹിനെ കണ്ണിങ്ങനെ അനുഗമിച്ചുകൊണ്ടിരിക്കും. അതിങ്ങനെ കുറിച്ചു നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കണ്ണിങ്ങനെ തുറന്നു കിടക്കും. ആ തുറന്നു കിടക്കുന്ന കണ്ണിനെ വേഗം പൂട്ടിക്കൊടുക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്ത സംഭവം ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊന്ന്, ഒന്നാമത് ചെയ്തു കൊടുക്കണ്ടല്ലേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? രണ്ടാമത് വശുദ്ധ ലിഹിയാഹു, 2 താടി കൂട്ടിക്കൊടുക്കും. താടി എങ്ങനെ കെട്ടണം? 2 താടിയെല്ലുകൾ. ഈ 2 താടിയെല്ലുകളെ മൂടുന്ന ഒരു വീതിയുള്ള തുണി. വീതിയുള്ള തുണി എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരാളെ കെട്ടാൻ മാത്രം വീതിയൊന്നും വേണ്ട. താടി ഒരു തുണി, വീതിയുള്ള തുണി കഷ്ണം. ആ തുണിക്കഷ്ണം എടുത്ത് താടി കെട്ടണം. എങ്ങനെ കെട്ടണം? ആ കെട്ടേണ്ട രൂപം അത് വിളിച്ചു വന്ന് കെട്ടിയിടണം. അപ്പോ ചെവി, ചില ആളുകൾക്ക് ചെവി പുറത്തേക്ക് ആക്കിയിട്ട് വേണം. ചില ആളുകൾ ചെവിന്റെ ഭാഗത്ത് മാത്രം കത്തിരി എടുത്ത് കീറിയിട്ട് ചെവി പുറത്താക്കിയിട്ടാണ്. അതൊക്കെ എങ്ങനെയാക്കാം? സൗകര്യം പോലെ ചെവിന്റെ ബേക്കിലൂടെ കെട്ടിയിട്ട് എങ്ങനെയാവാം? ചെവിന്റെ ഭാഗത്ത് മാത്രം കത്തിരി എടുത്ത് കീറി അങ്ങനെ ചെവി പുറത്താക്കി അങ്ങനെ 2 ഭാഗങ്ങളിലൂടെ കൊണ്ടുവന്ന് കെട്ടി. ഏതായിരുന്നാലും അതിന്റെ മുറാദ്, അതിന്റെ ലക്ഷ്യം, അതിന്റെ ഉദ്ദേശ്യം വായ തുറന്ന് നിൽക്കാതിരിക്കാൻ മതി. അങ്ങനെ തുറന്നു കിടന്നാൽ വായ ഇങ്ങനെ തുറന്നു കിടന്നാൽ അതിൻ്റെ ഉള്ളിലൂടെ പ്രാണികളൊക്കെ കയറും. അതിനുള്ളിൽ കാറ്റൊക്കെ കയറും. വലിയ ബുദ്ധിമുട്ടാവുന്നത്. അങ്ങനെ പ്രാണികളൊന്നും ചെല്ലാതിരിക്കാൻ വേണ്ടി, വായ തുറന്നു കിടക്കാതിരിക്കാൻ വേണ്ടി ഒരു കഷ്ണം തുണി കൊണ്ട്, വീതിയുള്ളൊരു കഷ്ണം തുണി കൊണ്ട് 2 താടി കെട്ടുകയും ആ കെട്ട് തലന്റെ അടുത്ത് കൊണ്ടുവന്ന് കെട്ടുകയും ചെയ്യും. ഈ കെട്ടിക്കൊടുക്കലും പ്രധാനപ്പെട്ട സുന്നത്താണ്. മൂന്നാമത്തത് അസാബിഹു. ഞാൻ എണ്ണിങ്ങനെ പറയാം. വലുയ്യനത്ത് അസാബിഹു, അയാളുടെ അസാബിഹു വമാസിബുഹു, അയാളുടെ വിരലുകളും അതുപോലെ തന്നെ കണിപ്പുകളൊക്കെ മടക്കി നിവർത്തണം. അതിനെ മയപ്പെടുത്തണം. എങ്ങനെയാണത്? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു തആല എന്ന് പറയുന്നതാണ് വിരലുകൾ ഓരോന്നിനെ മടക്കി അതിനെ നിവർത്തുക. അതുപോലെ തന്നെ കഫ്, അതുപോലെ തന്നെ തണ്ടങ്കൈ, അതുപോലെ തന്നെ തോള്, അതുപോലെ തന്നെ കാൽ, തണ്ടങ്കാല്, അതുപോലെ തന്നെ കാൽത്തൊട, അതൊക്കെ മടക്കുകയും അതിന്റെ കണിപ്പുകളിൽ നിന്ന് മടക്കുകയും എന്നിട്ട് അതിനെ മടക്കുകയും നിവർത്തുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഞാനതിവിടെ കാണിക്കാം. മടക്കുകയും നിവർത്തുകയും, അതുപോലെ താടി കെട്ടുന്നു, അതുപോലെ തന്നെ പിന്നെന്താ നമ്മൾ പറഞ്ഞേ?
കണ്ണ് ചിമ്മി കൊടുക്കുന്നത് അത് കാണണം. ആണോ കാണുക? പിന്നെ ഒരു മൂല്യേര് കണ്ണ് ചിമ്മി തുറന്നു കൊടുക്കുന്നതിന് കാണാൻ പോവാൻ ഇൻഷാ അല്ലാഹ് നമുക്കും ആക്കാം അങ്ങനെ. അങ്ങനെ രണ്ട് കണ്ണ് ചിമ്മിക്കൊടുത്ത് അത്ര വീതിയുള്ള ഒരു കഷ്ണം തുണിയെടുത്ത് ആ തുണി കൊണ്ട് രണ്ട് താടിയെല്ലുകൾ വായയോട് ചേർത്ത് വെച്ച് അത് പൂട്ടിപ്പിടിച്ച് തലന്റെ ഭാഗത്ത് കൊണ്ടുവന്നതിന് കെട്ടിയിടുകയും അങ്ങനെ കെട്ടിയിടാൽ പിന്നെ വായ തുറന്നിക്കൂല. വായ തുറന്ന് നിന്നാൽ പ്രാണികൾ കയറും. അതുകൊണ്ട് കയറാതിരിക്കാൻ വായ അടച്ചിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കെട്ടുന്നത്. അതിനുശേഷം കൈകാലുകൾ മുഴുവനും മടക്കി നിവർത്തണം. അത് വേഗം ചെയ്യണം. കാരണം പിന്നെ കൈകാലുകൾ മടക്കി നിവർത്തിയിട്ടില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ കിടന്നാൽ അതങ്ങനെ തന്നെ ഉറച്ചു പോകും. ചൂട് ശരീരത്തിന് പോയാൽ തണുത്ത് ഉറച്ചു പോകും. തണുത്ത് ഉറച്ചു പോയാൽ പിന്നെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് കൈകളും കാലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചലിപ്പിക്കേണ്ടി വരും. അങ്ങനെ ചലിച്ചു കിട്ടില്ല, അതങ്ങനെ ഉറച്ചിങ്ങനെ കിടക്കുകയായിരിക്കും. ആ ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കാൻ കുളിപ്പിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് അവയവങ്ങളെ മടക്കി കഴിഞ്ഞ നമ്മുടെ ഈ പരിപാടി നമ്മുടെ സമസ്തയുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രചാരക സംഘവും സമസ്തക ചെയ്യുന്ന ഏറ്റവും വലിയ ഹിദുമത്തുമായി നമ്മുടെ നാട്ടിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും സജീവമായ നമ്മുടെ ദഅവത്തിന്റെ മേഖലയിൽ ഉന്നതമായ ഒരു പ്രവൃത്തി സേവനം ഹിദുമത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം, SKSF-ന്റെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം നമ്മുടെ അടുത്ത കാലത്ത് തുടങ്ങിയതാണെങ്കിലും വർഷങ്ങൾ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള എല്ലാ ക്ലാസ് റൂമുകളെയും വെല്ലുന്ന രീതിയിൽ 10,000-കണക്കിന് സന്ദർശന കേന്ദ്രമാവുകയും വിദേശ രാജ്യങ്ങളിലുള്ള ഒട്ടനവധി രാഷ്ട്രങ്ങളിലുള്ള മലയാളികൾക്ക് ഇസ്ലാമിനെ പറ്റി പഠിക്കാനും നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ഇസ്ലാമിക സ്പന്ദനങ്ങളും അതാത് സമയത്ത് തന്നെ അറിയാനും കാരണമായി തീർന്ന നമ്മുടെ ഇസ്ലാമിക് ക്ലാസ് റൂം, കേരള ഇസ്ലാമിക് ക്ലാസ് റൂം, നമ്മുടെ ഈ പരിപാടി ലൈവായി ആളുകൾക്ക് എല്ലാ ആളുകൾക്കും അപ്പം തന്നെ കാണാൻ പറ്റുന്ന ലൈവായി ഇരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രവർത്തകരായി രാവും പകലും ഉറക്കൊഴിഞ്ഞതിനു വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ സംഘടനയുടെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഖാദിമുകളായ പ്രവർത്തകർ അല്ലാഹു അവരുടെ ജോലിയിലും അവരുടെ ബിസിനസ്സുകളിലും ബർക്കത്ത് നൽകുമാറാവട്ടെ. പ്രത്യേക വിദേശികളായ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ അവർ പകലന്തിയോളം പണിയെടുത്ത് രാത്രി രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന എത്രയോ ആളുകൾ, പ്രത്യേകിച്ച് നൂർ ഫൈസ് ഉസ്താദിനെ പോലുള്ള ഒരുപാട് ആളുകൾ. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള നൗഷാദ് ഷായിക്കോട് സുന്നിസം, അദ്ദേഹത്തിന് രാത്രി ഉറക്കില്ല, നേരം വിളിക്കുന്നവരെ ഇതിനു വേണ്ടി മുടിക്ക് വേണ്ടി പോരാടുകയാണ്. അപ്പോ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി ഉറക്കുവഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അർഹിക്കുന്ന പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രത്യേകം അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മരിച്ച ഉടനെ മയ്യത്തിന് ചെയ്തു കൊടുക്കേണ്ട മൂന്നാമത്തെ കാര്യം, 1 2 കണ്ണ് ചിമ്മി കൊടുക്കുക, 2 പിന്നെ താടിയെല്ല് കെട്ടിക്കൊടുക്കുക, 3 കെണിപ്പുകൾ മടക്കി നിവർത്തുക. കാണിച്ചത് കെണിപ്പുകൾ, കൈകാലുകൾ പിന്നെ മടക്കി നിവർത്തുക. പിന്നെ മറ്റൊന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കുക, അയാളുടെ 2 കാലിന്റെ 2 പെരുവിരൽ കെട്ടിയിടുന്നതാണ്, കണ്ടില്ലേ? അങ്ങനെ കെട്ടിയിടൽ പ്രത്യേക സുന്നത്തുള്ളതായിട്ടൊന്നും കിതാബുകളിൽ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയെടുത്ത് കണ്ടില്ല എന്നതിനും അതിനുള്ളൂ. കിതാബിൽ എവിടെയില്ല എന്നും പറഞ്ഞു, ഞാൻ പേരോടൊന്നല്ലോ. അപ്പോ ഒരു കിതാബിലില്ല നമുക്ക് പരിഭാഷ, അങ്ങനെ പറയാൻ പാടില്ല. മോനെ ഒരു കിതാബിലില്ല, ഒരു കിതാബ് തേച്ച് നോക്കി കാണാൻ കഴിയും നമുക്ക്. അപ്പോ പിന്നെ അതിന് എതിരായിട്ടൊന്നും കാണുന്നില്ല. മറിച്ച് മയ്യത്തിനെ ഇങ്ങനെ മലർത്തി കിടക്കുന്ന സമയത്ത് 2 കാലുകളും ഇങ്ങനെ ചെരിഞ്ഞ് വീഴാതിരിക്കാൻ നേരെ നിൽക്കാൻ വേണ്ടി സൗകര്യത്തിന് വേണ്ടി അങ്ങനെ കെട്ടിയതാണ്. അത് കെട്ടുന്നതിന് വിരോധവും അങ്ങനെ കെട്ടൽ പ്രത്യേകം സുന്നത്തായിട്ടും എവിടെയും കിതാബിൽ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് സംശയം ചോദിക്കാൻ 10-12 മിനിറ്റ് ഉണ്ട്, അവിടെ വെച്ച് അത് സംസാരിക്കാം. പിന്നെ അപ്പൊ ഞാൻ ചുരുക്കി പറയട്ടെ, 3 കാര്യങ്ങൾ പറയും. 4-മത്തത് വബുദിയ അലാ നഹ്രി ശരീരിൻ, വബുദിയ അലാ നഹ്രി ശരീരിൻ വനഹ്വി, കട്ടിൽ പോലത്തെ എന്തെങ്കിലും ഉയർന്ന സ്ഥലത്തിന് മേൽ കിടത്തണം. മയ്യത്തിന് മരിച്ച ഉടനെ ചെയ്യേണ്ടതാ, കട്ടിലുള്ള എന്തെങ്കിലും ഉയർന്ന സ്ഥലത്തിന് മേൽ കിടത്തണം. മിൻ ഗൈരി ഫിറാശ്, കട്ടിൽമ കടത്തുമ്പോ വിരിപ്പ് പിരിക്കാതെ കിടത്തണം. ശരിക്കും ശ്രദ്ധിച്ചോളൂ മസാല, നമ്മൾ മൂല്യന്മാരാണല്ലോ, ജഹാലത്തെ നമ്മുടെ അടുത്തുണ്ടാകാൻ പാടില്ല. മിൻ ഗൈരി ഫിറാശ്, വിരിപ്പ് കട്ടിൽമ കിടത്തണ്ട. 4-മത്തെ എന്തിനാണത്? നിലത്ത് കിടന്നാൽ പ്രാണികളൊക്കെ കയറും.
മയ്യത്തിന്റെ മേൽ പ്രാണികളൊക്കെ കയറും. അങ്ങനെ പ്രാണികളൊന്നും കയറാതിരിക്കാൻ ഒരു ഉയർന്ന സ്ഥലത്ത് കിടത്ത്, കട്ടിൽ പോലുള്ള ഉയർന്ന സ്ഥലത്ത് കിടത്തൽ സുന്നത്താണ്. ഇനി അഞ്ചാമത്തെ കാര്യം, മരിക്കുന്ന സമയത്ത് ഇയാൾ ധരിച്ച വസ്ത്രം മുഴുവനും ഊരണം. മരിക്കുമ്പോ ഏത് വസ്ത്രമാണോ ധരിച്ചത് ആ വസ്ത്രം ഊരിയിട്ട് അയാളെ പുതിയൊരു വസ്ത്രം അണിക്കണം. പുതിയ വസ്ത്രം അണിക്കണം എന്ന് പറഞ്ഞാൽ അയാളുടെ തല മുതൽ നിൽക്കുന്ന ഒരു നേർത്ത വസ്ത്രം കൊണ്ട് അയാളെ മൂടണം. ശരീരത്തിൽ നിന്ന് അയാളെ ഉള്ള വസ്ത്രം, അയാൾ മരിക്കുന്ന സമയത്തുള്ള വസ്ത്രം മുഴുവൻ മൂരി തലന്റെ അടിയിലേക്കും കാലിന്റെ അടിയിലേക്കും തിരികെ വെക്കാനെത്തുമാറുള്ള വലിപ്പമുള്ള ഒരു വീതിയുള്ള വലിപ്പമുള്ള ഒരു നേർത്ത തുണി, അഥവാ ചൂട് ശക്തമായി കയറാത്ത തുണി, എന്നാൽ നിറം കാണാത്തതുമായ ഒരു തുണി, ആ തുണി കൊണ്ട് അയാൾ ആകെ സകലം മൂടണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിലവിലുള്ള വസ്ത്രം നീക്കുക. അയാൾ ഉടുത്ത വസ്ത്രങ്ങൾ വേഗം നീക്കണം. എന്തിനാണ് അങ്ങനെ നീക്കുന്നത്? നിലവിൽ അയാൾ മരിക്കുമ്പോൾ ഉപയോഗിച്ച വസ്ത്രത്തിൽ തന്നെ വെക്കുകയാണെങ്കിൽ വേഗം മയ്യത്ത് ദ്രവിച്ചു പോകുന്നു. അതിൽ സംശയിക്കാനൊന്നുമില്ല. നമുക്കിന്ന് പരിശോധിച്ച് നോക്കിയാൽ വളരെ ക്ലിയർ ആണ് ആ കാര്യം. മരിക്കുമ്പോൾ ഉപയോഗിച്ച വസ്ത്രത്തിൽ അയാൾ വേഗം ദ്രവിച്ചു പോകാൻ സാധ്യത. അതുകൊണ്ട് പെട്ടെന്ന് ദ്രവിക്കാതിരിക്കാൻ മയ്യത്തിന് നല്ല സ്ട്രെങ്ത് നൽകുക എന്നത് നമ്മുടെ അങ്ങോളമുള്ള ലക്ഷ്യമാണ്. അത് ഇൻഷാ അല്ലാഹ് കുളിപ്പിക്കുമ്പോഴും കർപ്പൂരം ഇടുമ്പോഴൊക്കെ നമ്മൾ പറയുന്ന അവസരം. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് മയ്യത്ത് ദ്രവിക്കാതിരിക്കാൻ വേഗം അയാൾ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സ് മാറ്റുകയും അങ്ങനെ ആ സകലം മൂടുന്ന ഒരു തുണി കൊണ്ട് അയാളെ തല മുതൽ കാല് വരെ മൂടുകയും തലന്റെയും കാലിന്റെയും അടിയിലേക്ക് ഇത്തിരി വസ്ത്രം തിരികെ വെക്കുകയും ചെയ്യൽ പ്രത്യേക സുന്നത്താണ്. അതിന്റെ അർത്ഥം അയാളുടെ മുഖം ഇങ്ങനെ വെളിവാക്കി വെക്കണ്ട എന്നാണ്, കാലും വെളിവാക്കി വെക്കണ്ട എന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചില സ്ഥലങ്ങളിൽ ചില സ്വഭാവമുണ്ടാവും. എന്താണത്? മയ്യത്തിന്റെ തലന്റെ ഭാഗത്ത് ഒരാളിങ്ങനെ ഇവരുടെ ഡ്യൂട്ടി അവിടെ, ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ആവില്ല. ആ മയ്യത്ത് കണ്ടവരൊക്കെ കണ്ടോളി 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 എന്ന് പറഞ്ഞിങ്ങനെ അയാൾക്ക് നിങ്ങൾ തുറന്നു കൊടുക്കലാവാണ്. എന്നാ അങ്ങനെ തുറക്കൊന്നും വേണ്ട. അത് തലന്റെ അടിഭാഗത്തേക്ക് തിരികെ വെക്കൽ സുന്നത്താണ്. മയ്യത്ത് കാണുന്നതിന്റെ വിധി ഇൻഷാ അല്ലാഹ് തൊട്ടടുത്ത് പറയും. അപ്പോ അങ്ങനെ അയാൾ ആകെ മൂടിയിട്ടാണ് വെക്കേണ്ടത്. ആറാമത്തെ കാര്യം, എന്താണ് ആറാമത്തെ കാര്യം? ആറാമത്തെ കാര്യം, മരണം ആസന്നമായ വ്യക്തിയെ പോലെ അയാളെ കിബിലക്ക് തിരിച്ചു കിടത്തണം. മരണം ആസന്നമായ സമയത്ത് അയാളെ കിബിലക്ക് തിരിച്ചു കിടത്തേണ്ട 3 രൂപം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അയാള് വലതുഭാഗത്തിന്റെ മേൽ ചെരിച്ച് കിബിലയിലേക്ക് നടത്തുക. 2, അയാൾ ഇടതുഭാഗത്തിന്റെ മേൽ ചെരിച്ച് കിബിലയിലേക്ക് നടത്തുക. 3, അയാളെ കാലും അതുപോലെ തന്നെ മുഖവും കിബിലയിലേക്കാകുന്ന രീതിയിൽ മലർത്തി കടത്തുക. ഈ മൂന്നാമത് പറഞ്ഞ മലർത്തി കടത്തലാണ് വഅലൈഹി അമലുന്നാസ്, പണ്ടേ ജനങ്ങൾ ചെയ്തു വരുന്ന സുന്നത്തായ രൂപമെന്ന് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദബിൽ പറഞ്ഞത് നമ്മൾ പ്രത്യേകം അണ്ടർലൈൻ ചെയ്തുകൊണ്ട് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ഈ അവസ്ഥയിൽ മയ്യത്തിനെ മലർത്തി കടത്തുക, അതാണ്, അല്ലെങ്കിൽ മയ്യത്തിനെ കിബിലയിലേക്ക് തിരിച്ചു കടത്തുക. ഇതാണ് മയ്യത്തിന് ചെയ്തു കൊടുക്കേണ്ട ആറാമത്തെ കാര്യം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആണുങ്ങൾക്ക് ആണുങ്ങളും പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളും. മയ്യത്തിനോട് ഏറ്റവും വിരിപ്പുള്ള ഏറ്റവും അടുത്ത കുടുംബക്കാരാണ് ഈ കാര്യങ്ങളൊക്കെ പരമാവധി ചെയ്തു കൊടുക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾ മരിച്ച മയ്യത്തിന് ചെയ്തു കൊടുക്കുന്നതോടൊപ്പം അവിടെ വെച്ച് ഖുർആൻ ഓതൽ പ്രത്യേക സുന്നത്താണ്. മയ്യത്തിന്റെ അടുത്ത് വെച്ച് ഖുർആൻ ഓതൽ പ്രത്യേക സുന്നത്താണ്. നേരത്തെ ഖിറാഅത്ത് പ്രതിപാദിച്ചിട്ടുണ്ടില്ലേ? പ്രതിപാദിച്ച സൂറത്ത് യാസീൻ ഓതുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഖുർആൻ ഓതൽ സുന്നത്താണ്. അതിന് പുറമെ ഇഖ്റഉ അലാ മൗതാകും സൂറത്ത് യാസീൻ എന്ന ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു റിഫ്അ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തന്നെ തുഹ്ഫയിൽ രേഖപ്പെടുത്തുകയാണ്. എന്താണത്? ഈ ഹദീസിന്റെ നേരെ ഭാഷയാണ് ഇബ്നു റിഫ്അ പിടിച്ചത്. എന്താണ് ഈ ഹദീസിന്റെ നേരെ ഭാഷ? ഇഖ്റഉ അലാ മൗതാകും, മരിച്ച ആളുകൾക്ക് നിങ്ങൾ ഓതി കൊടുക്കണം സൂറത്ത് യാസീൻ. ചില ആളുകൾ ഇതിന്റെ ളാഹിറിനെ തൊട്ട് തെറ്റിക്കപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു റിഫ്അ പറയാണ്, അങ്ങനെ തെറ്റിക്കേണ്ട ആവശ്യമില്ല. എന്ന് പറയൂലല്ലോ എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് റൂഹിന്റെ ഇദ്റാക്ക്, റൂഹിന്റെ അറിവ്
ശേഷിക്കുന്നുണ്ട്, ബോഡിയുടെ അറിവേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, റൂഹിന്റെ അറിവ് ശേഷിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഖുർആൻ കൊണ്ട് ബർക്കത്ത് കിട്ടുന്ന വിഷയത്തിലും ഖുർആനിന്റെ ശബ്ദം കേൾക്കുന്ന വിഷയത്തിലും ഹയ്യ് പോലത്താണ് മയ്യിത്തിന്റെയും റൂഹ്. വൈദാ സഹസ്സലാമു അലൈഹി ഫൽഖിറാഅതു അലൈഹി ഔലാ. മരിച്ച ആളുകൾക്ക് സലാം പറയാൻ പറ്റുമല്ലോ, അതുകൊണ്ടല്ലേ ഖബറിന്റെ അടുത്ത് സലാം പറയുന്നത്. എങ്കിൽ ഫൽഖിറാഅതു അലൈഹി ഔലാ, സലാം കേൾക്കുമെങ്കിൽ ഖുർആൻ എന്തായാലും കേൾക്കുമല്ലോ. അതുകൊണ്ട് മയ്യിത്തിന്റെ അടുത്ത് ഖുർആൻ ഓതാം. മയ്യിത്തിനിക്ക് ഖുർആൻ ഓതുന്നതിന് യാതൊരു വിരോധവുമില്ല, ഓതേണ്ടത് തന്നെയാണ്. ഇഖ്റഉ അലാ മൗതാക്കും എന്ന് പറഞ്ഞ ആയത്തിന്റെ ഹദീസിന്റെ താല്പര്യം മരിച്ച മയ്യത്തിന്റെ അടുത്ത് വെച്ച് ഖുർആൻ ഓതൽ തന്നെയാണ് എന്ന് മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അഭിപ്രായം ഇബ്നു ഹജർ തന്റെ തുഹ്ഫയിൽ ഉദ്ധരിച്ചുകൊണ്ട് പറയാണ് വഹുവ ഔജഹു ബിൽ മഅനാ. അതാണ് ഏറ്റവും മഅനയിൽ യോജിച്ച അഭിപ്രായം, അതാണ് ഏറ്റവും നല്ല അഭിപ്രായം, അതാണെന്ന് ഇബ്നു ഹജർ തന്റെ തുഹ്ഫയിൽ തർജീഹാക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മയ്യത്തിന്റെ അടുത്ത് വെച്ച് ഖുർആൻ ഓതൽ പ്രത്യേക സുന്നത്താണ്. മനസ്സിലായോ? പിന്നെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മരിച്ച ഉടനെ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പൊ ഇവ രണ്ട് പാർട്ട് ഇവിടെ അവസാനിച്ചു. മൂന്നാമത്തെ പാർട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒന്നാമത്തത് മരണം ആസന്നമായ വ്യക്തി, അല്ലേ? മരണം ആസന്നമായ വ്യക്തിക്ക് ചെയ്തു കൊടുക്കേണ്ട 7 കാര്യങ്ങൾ പറഞ്ഞു. അതിന് മുമ്പ് രോഗമുള്ള അവസ്ഥയെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് അത് നിങ്ങളുടെ മുത്താല ഇത് കണ്ടുപിടിച്ചാൽ മതി. രണ്ടാമത് മരിച്ച ഉടനെ ചെയ്തു കൊടുക്കേണ്ട എത്ര കാര്യങ്ങളാണ്? 6 കാര്യങ്ങൾ. ഇനി ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഇനി മയ്യത്തിന് ചെയ്തു കൊടുക്കേണ്ട നിർബന്ധമായ ചില കാര്യങ്ങൾ. എന്താണ് ആ കാര്യം? 1 കുളിപ്പിക്കൽ, 2 കഫൻ ചെയ്യൽ, 3 നിസ്കരിക്കൽ, 4 മറവ്. ഈ 4 വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതാണ് നമ്മൾ വളരെ ക്ലിപ്പുകളോടുകൂടി എൽസിഡിന്റെ സഹായത്തോടുകൂടി കാണിക്കപ്പെടേണ്ട 1 കുളിപ്പിക്കലാണ്. എങ്ങനെയാ കുളിപ്പിക്കേണ്ടത്? അതാണ് നമ്മൾ കൃത്യമായി കാണുന്നത്. കുളിപ്പിക്കുന്നതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു 4-5 കാര്യം കുളിപ്പിക്കുന്നതിന് മുമ്പ് സംഭവിക്കാറുണ്ട്. 1, കുളിപ്പിച്ചിട്ട് വേഗം മറവ് ചെയ്യണം, നിസ്കരിച്ചിട്ട് അതിന് മുമ്പ് ആളുകൾ വരണ്ടേ, അതിനെ അനൗൺസ് ചെയ്യും. നാളെ രാവിലെ 10 മണിക്ക് ഇന്നാലും മനുഷ്യൻ മരിച്ചത് അനൗൺസ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ചില സ്ഥലങ്ങളിൽ വലിയ വലിയ ആളുകളൊക്കെ ആകുമ്പോൾ കരിങ്കൊടി കാട്ടുന്നുണ്ട്. അല്ലെങ്കിലോ ഷോപ്പുകളൊക്കെ അടച്ച് ഹർത്താൽ ആചരിക്കേണ്ടതുണ്ട്. അനുശോചനമുണ്ട്, അനുസ്മരണമുണ്ട്. അതുപോലെ മയ്യത്ത് പൊതുദർശനത്തിന് വെക്കലുണ്ട്. അതുപോലെ അന്യ സ്ത്രീ പുരുഷന്മാർ കാണിക്കലുണ്ട്. മയ്യത്ത് ഗൾഫിലൊക്കെ മരിച്ചെങ്കിൽ മയ്യത്ത് നാട്ടിലേക്ക് കടത്തിക്കൊണ്ടല്ല. അങ്ങനെ പലജാതി ഏർപ്പാടുകളുണ്ട്. അതൊക്കെ ഇവിടെ ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങളാണ്. ഇത് മുഴുവനും ഞാനിവിടെ പറയുന്നില്ല, ഏതാനും ചില കാര്യങ്ങൾ ഇവിടെ പറയും. ഇല്ലേ? വേണ്ടേ? ഒക്കെ പറയേണ്ടതാണ്. 1, പൊതുദർശനത്തിന് വെക്കുക എന്നുള്ളത് നമ്മുടെ സംസ്കാരമല്ല. മയ്യത്ത് കാണൽ പ്രത്യേക സുന്നത്തൊന്നുമില്ല. അതേ സ്ഥാനത്ത് സ്വാലിഹീങ്ങളുടെ മയ്യത്താണെങ്കിൽ ആ മയ്യത്തിന് ചുംബിക്കൽ പ്രത്യേക സുന്നത്താണ്. ചുംബിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കാണൽ വരും. അതുകൊണ്ട് മഹാന്മാരുടേതാണെങ്കിൽ മയ്യത്തിനെ ചുംബിക്കുമ്പോൾ സ്വാഭാവികമായും വരുന്ന കാണലൊക്കെ ശറാക്കപ്പെട്ട കാര്യമാണ്. അതല്ലാതെ മയ്യത്തുകൾ കാണൽ പ്രത്യേക സുന്നത്തുള്ള കാര്യമല്ല. റസാനത്ത് എന്ന് പറയുന്ന കിതാബിൽ മറവി കൂട്ടുന്ന കാര്യങ്ങളിൽ ഒന്നായി മയ്യത്ത് കാണലിനെ എണ്ണിയിട്ടുണ്ട്. മരിച്ചുപോയ ആളുകളുടെ മുഖം നോക്കുക എന്നുള്ളത് മറവി കൂട്ടുന്ന കാര്യമായി എണ്ണിയിട്ടുണ്ട്. അതുകൊണ്ട് മയ്യത്ത് ഇങ്ങനെ പൊതുദർശനത്തിന് വെക്കുക എന്നുള്ളത് നല്ലതല്ല. അതേ സ്ഥാനത്ത് സ്വാലിഹീങ്ങളുടേതാണെങ്കിൽ പൊതുദർശനത്തിന് വെക്കേണ്ടി വരും. അത് പൊതുമുതലാണ്, എല്ലാ ആളുകൾക്കും വേണ്ടതാണ്. അപ്പൊ അവരെ കാണേണ്ടി വരും, അങ്ങനെ ചുംബിക്കേണ്ടി വരും. അങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ടി അത് ഇസ്ലാമിൽ ശറഅാക്കപ്പെട്ടതാണ്, സുന്നത്താണെന്ന് പ്രത്യേകം. മറ്റൊന്ന്, കരിങ്കൊടി കാട്ടി മരിച്ച ഉടനെ. മറ്റൊന്ന് അനൗൺസ് ചെയ്യും. അനൗൺസ് എന്ന് പറഞ്ഞാൽ വിവരം അറിയിക്കുക. അതിന്റെ ഒരു പല സൗകര്യം ഫോൺ ചെയ്ത് പറയലുണ്ട്. വീട്ടിലെല്ലാം കയറി, പഴയ കാലത്തൊക്കെ ഓരോ ഭാഗത്തേക്ക് ആളുകളെ വിട്ടിങ്ങനെ വീടാന്തരം കയറി അറിയിക്കലാണ്. ഇപ്പൊ പള്ളികളിൽ നിന്ന് മൈക്കിൽ വിളിച്ച് പറയലുണ്ട്. മലപ്പുറം ജില്ലയിലൊക്കെ നാളെ രാവിലെ 10 മണിക്ക് എന്ന് മൈക്ക് കെട്ടിയിട്ട് പറയുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ പിന്നെ പല രീതിയിലും മരണവാർത്ത അറിയിക്കലുണ്ട്. ഇതിനൊക്കെ നമ്മളെ മൊത്തത്തിൽ മരണവാർത്ത അറിയിക്കലെന്ന തലക്കെട്ടിൽ പെടുത്തുകയാണ്. അത് മൈക്കിൽ വിളിച്ചു പറഞ്ഞാലും വേണ്ടില്ല, ഇനി വണ്ടി കയറിയിട്ട് മേലെ ഒരാൾ കയറി വിളിച്ചു പറഞ്ഞാലും വേണ്ടില്ല, ഏതൊക്കെ രീതിയിൽ വിളിച്ചു പറയും. അങ്ങനെയൊക്കെ പറയും. പഴയ കാലത്ത് വണ്ടിക്ക് ഹോണില്ലാത്ത കാലം ഉണ്ടായിരുന്നു. വണ്ടി ഇറങ്ങിയ ഉടനെ ഹോൺ ഉണ്ടാവില്ല വണ്ടിക്ക്. അപ്പൊ ഒരാൾ വണ്ടി സൈഡിൽ നിന്നിട്ട് ഒരാൾ വണ്ടി വിടുമ്പോൾ മറ്റൊരാൾ സൈഡിൽ നിന്ന് പറയും, വണ്ടിക്കോ മാറിക്കോ വണ്ടി വരുന്നുണ്ട്. അതൊരു പ്രചരണ മാധ്യമമാണ്, വണ്ടി വരുന്നുണ്ടെന്ന് ആൾ അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ചിലപ്പോ ഉറങ്ങുമ്പോ ഒക്കെ ഉറക്കത്തും വിളിച്ചു പറയും, തെറ്റിക്കോ മാറിക്കോ വണ്ടി. പകല് പറഞ്ഞല്ല ഉറക്കത്ത് ഓർമ്മ
ഉണ്ടാകുക എന്നതുപോലെ പല രീതിയിൽ മരണവാർത്ത അറിയിക്കുന്ന രൂപങ്ങൾ നമ്മുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിലും മൈക്കേട്ടി വിളിച്ചു പറയാണ്. അതിന്റെ ഒക്കെ വിധി എല്ലാം സത്യത്തിന് പകരം മയ്യത്തിന്റെ ജനാസ നിസ്കാരത്തിനും അതുപോലെ തന്നെ മയ്യത്തുമായി എന്ന ഉദ്ദേശമാണെങ്കിൽ അതിനെ പരമാവധി അനുവദിക്കുന്ന ആ ഒരു ഉദ്ദേശം. നേരെ മറിച്ച് വലിയ ആളുകൾ മരിച്ചാൽ അയാൾ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി അയാളെ മഹത്വങ്ങളോ അയാൾ കുടുംബങ്ങളോ അയാൾ നഷ്ടപ്പെട്ട കോട്ടങ്ങളൊക്കെ ഇങ്ങനെ എണ്ണി ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണങ്ങൾ, വിളിച്ചു പറയലുകൾ, അത് മൻഹിയ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച സംഗതിയാണ്, ചെയ്യാൻ പാടില്ല. നേരെ മറിച്ച് ജനാസ ആളുകൾ വരുത്ത വിവരം ആളുകൾ അറിയുമ്പോൾ ആളുകൾക്ക് നിസ്കരിക്കേണ്ടി വരും. അതുപോലെ തന്നെ നിസ്കാര കർമ്മങ്ങൾക്കൊക്കെ കൂടേണ്ടി വരും. അങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് ആൾ കൂടുക എന്നത് മയ്യത്തിന് ശഫായത്തുകാർ കൂടുകയാണ്. ശഫായത്തുകാർ കൂടുമ്പോൾ മയ്യത്തിന് ഉപകാരം ലഭിക്കുകയാണ്. ആ സ്ഥലത്ത് ഏഴാമ സുന്നത്താണെന്ന് മാത്രമല്ല, ആ സമയത്ത് ഏഴാമ മാത്രമൊന്നല്ല, ഇവിടെ ശ്രദ്ധിക്കണം, മയ്യത്ത് മരിച്ച ഉടനെ വേഗം അയാൾ കുളിപ്പിക്കലും മറാടലൊക്കെ സുന്നത്താണ്. അതേ സ്ഥാനത്ത് ആള് വരുമ്പോൾ അത്രയും നേരം പിന്നെ എവിടെയും ബന്ധിക്കൽ നല്ലതാണ്. മയ്യത്ത് മരിച്ച ഉടനെ വേഗം കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് മറാടുക വേണ്ടത്. പക്ഷെ ആളുകൾ വരില്ല. രാത്രി 12 മണിക്ക് വരിച്ച് അപ്പം തന്നെ മറാടി ആളുകൾ അറിയോ? അതേ സ്ഥാനത്ത് നമ്മളെ സമസ്തന പ്രസിഡന്റ് അല്ലെ സമസ്തന നേതാവ് ആളുകൾ അറിഞ്ഞ് എല്ലാവർക്കും കാണേണ്ടി വരും. അപ്പൊ ആള് സ്വാലിഹായ മനുഷ്യൻ ആളുകൾക്ക് കാണലും അതുപോലെ ആളുകൾക്ക് വന്നുകൂടലും നിസ്കാരത്തിൽ വന്ന് സംഭവിക്കലൊക്കെ വളരെ പ്രിയമുള്ള കാര്യമാകുമ്പോൾ ആളുകൾക്ക് വേണ്ടി ബന്ധിപ്പിക്കൽ അവിടെ നല്ലതാണ്, സുന്നത്താണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പറയുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞെന്താ, അനൗൺസ് മറ്റൊന്ന് കരിങ്കൊടി ഹർത്താൽ ആചരണം, അത് രണ്ടും പാടില്ല. കരിങ്കൊടിയും ഹർത്താലും അതുപോലെ തന്നെ പിന്നെ അയാള് ദുഃഖം ആളുകൾക്ക് വർദ്ധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടത്തുക, അതൊന്നും ഇസ്ലാമിൽ പാടുള്ളതല്ല. അന്ന കുല്ല ഫീലി യതളമ്മൻ ഇദ്ഹാര ജസഇ യുനാഫിൽ ഇൻഖിയാദ വൽ ഇസ്തിസ്ലാമ ലില്ലാഹി തആല വഹുവ മുഹറമുൻ. ശർവാനി തുഹ്ഫയിലും അത് പറയുന്നു. എന്താണത്? പിന്നെ പൊറുതികേടിനെ വെളിപ്പെടുത്തുന്ന, മയ്യത്ത് മരിച്ചതിന്റെ മേലുള്ള ദുഃഖ വിഷമകരമായ അവസ്ഥകൾ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ടോ അത് മുഴുവനും അത് ഇസ്ലാമിക വിരുദ്ധമാണ്. മാത്രമല്ല അത് മുഹറമാണ്. ബഹുമാനപ്പെട്ട ഇമാം നബി പറയാണ്, നെഞ്ഞത്തടിച്ച പോലത്തെ കാര്യങ്ങൾ കൊണ്ടൊക്കെ പൊറുതികേട് കാണിക്കൽ ഹറാമാണ്. ഇബ്നു ഹജർ തങ്ങൾ ഓരോന്നും പറയാണ്, വസ്ത്രം കീറുക, വസ്ത്രം പിച്ചു ചീന്തുക, അതുപോലെ തന്നെ മുടി പിടിച്ചു പറിക്കുക, വസ്ത്രം മാറ്റുക, അവനവന്റെ അവനവൻ ധരിച്ചു വരുന്ന വേഷവിധാനങ്ങൾ അതിനൊക്കെ മാറ്റം വരുത്തുക, പതിവായി ധരിക്കുന്ന വസ്ത്രം മാറ്റിയിട്ട് മറ്റൊരു വസ്ത്രം ധരിക്കുക, അന്നേ പ്രത്യേകം കറുത്ത വസ്ത്രം ധരിക്കുക, അങ്ങനെയുള്ള പിന്നെ ജസകൾ വേദന മരണത്തിന്റെ വിഷമങ്ങൾ ഇങ്ങനെ പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഴുവനും ഹറാമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ. കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അതൊക്കെ എണ്ണിപ്പറഞ്ഞ് വിരോധിച്ച കാര്യത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അതിൽപ്പെട്ടതാണ് കരിങ്കൊടി കാട്ടൽ, അതിൽപ്പെട്ടതാണ് ഹർത്താല്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇസ്ലാമിക മര്യാദക്ക് വിരുദ്ധമാണ്, പാടില്ലാത്തതാണ്. അനൗൺസ് സുന്നത്താണ്. ഇനി അനുസ്മരണം ഇൻഷാ അല്ലാഹ് മറാഠിച്ച് പറയും. ഇപ്പൊ തന്നെ അനുസ്മരണം വേണ്ട പിന്നെ അനുശോചനം ഇൻഷാ അല്ലാഹ് മറാഠി ദർശനം ഉളരിപ്പിക്കേണ്ട മയ്യത്തുൽ മയ്യിത്ത് നീക്കം ചെയ്യും അല്ലേ? അത് ഇൻഷാ അല്ലാഹ് നാളെ പറയും. പോരെ 10:30 നമ്മളെ വാക്ക് വായിക്കണല്ലോ. ഇൻഷാ അല്ലാഹ് നാളെ കുളിപ്പിക്കല്, കഫൻ ചെയ്യല്, നിസ്കരിക്കല് മറാഠി നാളെ കൊണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മളെ പ്രദർശനങ്ങൾ മസലകൾ പറയാൻ നാളെ വളരെ കുറവേ ഉള്ളൂ. മിക്കവാറും പ്രദർശനങ്ങളും കാര്യങ്ങളുമായി നാളെ നീങ്ങാൻ കഴിയും. ഇവിടെ 2-3 മസലകളെ പറയാനുള്ളൂ. ഇൻഷാ അല്ലാഹ് ബാക്കി അതൊക്കെ നമുക്ക് കൃത്യമായി നാളെ പറഞ്ഞ് നാളെ ഇതുപോലെ സമയബന്ധിതമായി കൃത്യം 9:30 തുടങ്ങി 10:45 അവസാനിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. ഒരു 5 മിനിറ്റ് ബാക്കിയുണ്ട്. ഈ പറഞ്ഞ ഭാഗങ്ങളിലുള്ള സംശയങ്ങൾ ഓരോരുത്തർക്ക് ചോദിക്കാം. ഉത്തരം ഇപ്പൊ തന്നെ പറയാണെന്നല്ല, 2 ദിവസം കഴിഞ്ഞിട്ട് പറയാനാണ്. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. മൈക്ക് വേണം? അവർക്ക് മൈക്കുണ്ടോ? ഒന്ന് കൊടുത്തോ.
അല്ലാഹ് അത് ശരി, കാര്യമായ ഒന്ന് വിട്ടുപോയിട്ടുണ്ട്. ശരിയാ. മയ്യത്ത് മരിച്ച ഉടനെ ചെയ്തു കൊടുക്കേണ്ട എത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്? 6 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഒന്നുകൂടി പ്ലീസ് യു ആഡ്, ഒന്നുകൂടി ചേർക്കേണ്ടതുണ്ട്. എന്താണത്? മയ്യത്തിന്റെ വയറിന്റെ മേൽ ഒരു ഭാരം വെക്കണം. ആ ഭാരം മയ്യത്തിന്റെ മേലെ വിരിച്ച ആ വിരിന്റെ മുകളിലുമാകാം താഴെയുമാകാം. എങ്ങനെയാ അഫ്ളല്? എപ്പോഴും മറന്നു പോകുന്നൊരു മസാലയാണ്. തിരിഞ്ഞിട്ടില്ല. മയ്യത്തിന്റെ മേലെ ആകെ മൂടുന്ന ഒരു വസ്ത്രം കൊണ്ട് മൂടുന്നു പറഞ്ഞല്ലോ, ആ മൂടുന്നതിന്റെ മേലെയും ഈ ഭാരം വെക്കാം, അതിന്റെ ഉള്ളിലും വെക്കാം. അപ്പോ 6ന്റെ കൂടെ 7 വേണം. അതേതാണ് അഫ്ളൽ? പിന്നെ ചോദ്യം ചോദിച്ചോളി. ലാകിന്നഹു ഫൗഖഹു ഔല. ഈ പിന്നെ ആകെ മൂടുന്ന വസ്ത്രത്തെ മേലെട്ടുള്ളത്, ഉള്ളിലും പറ്റും പുറത്തും പറ്റുന്ന തഹ്ത സൗബി ഔ ഫൗഖഹു വവുദിയ അലാ ബത്നിഹി ശൈഉൻ സഖീൽ. ശ്രദ്ധിക്കണം, വയറിന്റെ മുകളിൽ മരിച്ച മയ്യത്തിന് ചെയ്തു കൊടുക്കേണ്ട 7 കാര്യങ്ങളിൽ 6 പറഞ്ഞിട്ടുള്ളൂ. 7ാമത്തെ കാര്യം എന്തെങ്കിലും ചെറിയൊരു ഭാരമുള്ളത് വയറിന്റെ മേലെ വെക്കണം. എന്തിനാണ് അങ്ങനെ വെക്കുന്നത്? അങ്ങനെ വെച്ചാൽ വായു കടന്നുകൊണ്ട് പള്ള പൊന്താതിരിക്കാനാണ്. എന്തെങ്കിലും ഖനമുള്ളത് വെച്ചാൽ പള്ള പൊന്തൂല, അല്ലെങ്കിൽ വായു കടന്ന് വയറ് വീർത്ത് വരികയും അത് മുതിറാവുകയും ചെയ്യുന്ന അവസ്ഥ വരും. അത് വരാതിരിക്കാൻ വയറിന് മേലെ എന്തെങ്കിലും വെക്കൽ. മയ്യത്തിന് മരിച്ച ഉടനെ ചെയ്തു കൊടുക്കേണ്ട 6 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി, 7ാമത്തെ കാര്യം സുന്നത്താണ്. അത് ആകെ മൂടുന്ന വസ്ത്രത്തിന്റെ മുകളിലും വെക്കാം, ഉള്ളിലും വെക്കാം. മേലെ വെക്കലാണ് ഏറ്റവും നല്ലത്. പിന്നെ അത് എങ്ങനെയോ അങ്ങനെ പ്രത്യേകം പറഞ്ഞില്ല. ഷെറും ജെഹറൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്റെ പറഞ്ഞിട്ടാണ് നേരെ മയനെ. എതിരുണ്ടെങ്കിൽ പറയാം. അത് സിറായിട്ട് ഓതണമെന്നോ ജഹറായിട്ട് ഓതണമെന്നോ വല്ല ഇബാദത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം. ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞതിന് മയനുള്ളൂ. ഒന്ന് സിറു ഒന്ന് ജഹറാക്കൽ സുന്നത്തുണ്ടാ? ആ മൈക്കോട്ട് ഇല്ല, മൈക്കിനെടുത്ത് ഇങ്ങോട്ടോ അമ്മേ മതി. മൈലക്സ് ക്ലാസ് റൂമിൽ ഒരു ചോദ്യം. നമ്മുടെ ക്ലാസ് റൂമിലുള്ള സ്നേഹം നിറഞ്ഞ പ്രവർത്തകർ, SKSF-ന്റെ നമ്മുടെ സമസ്തയുടെ സ്നേഹം നിറഞ്ഞ ഒരുപാട് പ്രവർത്തകർ പല രാജ്യത്തു നിന്നും അവരുടെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രചരണ മാധ്യമമായി അവർ സ്വീകരിച്ച എല്ലാ ആളുകളും സജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ നമ്മൾ ക്ലാസ് കേൾക്കുകയും നമ്മളോട് അനുകമ്പം പുലർത്തുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഏതോ ഒരു സുഹൃത്ത് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഭാരം വെക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ഭാരം എങ്ങനെയാണ് വെക്കേണ്ടത്? ആ ഭാരത്തിന്റെ തൂക്കം എത്ര? 10 കിലോ പറ്റുമെന്നൊരു ചോദ്യം. ലാക്കിൻ ووضع على بطنه تحت الثوب وفوقه لكنه فوقه على شيء ثقيل. ഭാരമുള്ളത് വെക്കണം. ഭയങ്കര ഭാരം വേണ്ടി വരുന്ന വെച്ചിട്ടുണ്ടോ? മിൻ ഹദീദിൻ കസൈഫിൻ ഔ മിർആത്തിൻ. ഒരു ചെറിയ വാള് അല്ലെങ്കിൽ ഒരു കണ്ണാടി, അത്രയൊക്കെ വലുപ്പത്തിലുള്ള സാധനം, അത്രയൊക്കെ ഭാരമുള്ള സാധനം വെക്കണം. ഒരു കണ്ണാടി, അതുപോലെ തന്നെ ചെറിയൊരു വാള്, അതിനൊക്കെ എത്ര തൂക്കം ഉണ്ടാവും? അതാണ് ഉദാഹരണം. അപ്പൊ അത്ര ഭാരമുള്ളത് വെക്കണം. പിന്നെ ഇനി അതൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഫൈൻ ഉദിമ ഫതീരുൻ റത്ബുൻ, കുറച്ച് മണ്ണ് ഉരുട്ടിയിട്ട് കുറച്ച് മണ്ണ് ഉരുട്ടി, കളിമണ്ണ് ഉരുട്ടി ചെറിയൊരു പിന്നെ ഒരു കല്ലിന്റെ അത്ര വലുപ്പത്തിലാക്കി അത് വയറും വരെ വെക്കുക. അത് കണ്ണാടി പോലത്തെ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് വെച്ചാലും മതി എന്ന് പ്രത്യേകം ഫുഖാഹത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞോളി. അത് പറഞ്ഞ കേൾക്കാത്തതുകൊണ്ട് പറയാണ്.
നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല. നിങ്ങൾ മൈക്ക് ചോദിച്ചാലേ നമ്മുടെ ബൈലക്സിലാണ് കേൾക്കാൻ കഴിയും. പറയപ്പെടുന്നുണ്ടെന്നാ ഏത് ഇമാമാ പറഞ്ഞത്? ഫായിലാരാ? ഒന്ന് സിറായിട്ട് ഒന്ന് ജഹറായിട്ട് ഓരോന്ന് പറയപ്പെടുന്നുണ്ട് എന്നില്ലേ? അത് ഞങ്ങൾക്കറിയില്ല. നോക്കുക ഇൻഷാ അല്ലാഹ് പഠിക്കുക. പിന്നെ സംസം വെള്ളം എന്നുള്ളത് ബർക്കത്താണ്. ബർക്കത്തെടുക്കൽ എല്ലാ സ്ഥലത്തും പുണ്യമുള്ളതാണ്. ആ കൂട്ടത്തിൽ സംസം വെള്ളം കുടിക്കൽ അഫ്ളാണ്. പ്രത്യേകം ഇവിടെ സംസം വന്നിട്ടില്ല. സംസം വെള്ളം ബർക്കത്താണ്. അപ്പൊ ആ മരണാസന്നമായ വ്യക്തിക്ക് സംസം വെള്ളം കൊടുക്കുക. സംസം വെള്ളത്തിൽ കുളിപ്പിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞു. പിന്നെ തേന് ആർക്ക്? തേന് കൊടുക്കൽ പ്രത്യേക സുന്നത്തൊന്നുമില്ല കേട്ടാ. മധുരം കൊടുക്കൽ ജനിച്ച ഉടനെ മരിക്കുമ്പോ അല്ല. പിന്നെ വേറെന്താ? വേറൊന്നില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളേക്ക് കൊണ്ടുവന്നാലും മതി, എഴുതി കൊണ്ടുവന്നാലും മതി. കെലിമ ചൊല്ലിക്കൊടുക്കേണ്ട ആള് ഏറ്റവും അടുത്ത കുടുംബക്കാർ ആകാതിരിക്കാൻ നല്ലതാണ്. അകന്ന ആരെങ്കിലും ആകൽ ഏറ്റവും നല്ലതാണ്. കാരണം മരണാസന്നമായ വ്യക്തിക്ക് ചിലപ്പോ അയാള് ഇപ്പൊ ഒരു പനിയാണ്, അല്ലെങ്കിൽ തൊണ്ടവേദനയാണ്, അല്ലെങ്കിൽ വയറുവേദനയാണ്, ഇനിയും കുറെ കാലം ജീവിക്കുന്ന വിചാരിക്കുന്നുണ്ടാവും. അപ്പൊ ആ സമയത്ത് സ്വന്തം മകൻ കെലിമേലി കൊടുക്കും, ബാപ്പേര് കണ്ട് എന്റെ മോൻ എന്നെ കൊല്ലേണ്ട പരിപാടിയാ, എന്റെ സ്ഥലമൊക്കെ എന്റെ കട്ടിലുമ കയറി കിടക്കേണ്ട പരിപാടിയാ എന്ന് ചിന്തിച്ചേക്കാൻ വകുപ്പുള്ളത് കൊണ്ട് മക്കളെ പോലെ ഏറ്റവും അടുത്ത ആളുകളല്ലാത്ത അകന്ന ആളുകളുണ്ടെങ്കിൽ അവരാവലാണ് നല്ലത്. അവരാരും ഇല്ലെങ്കിൽ അടുത്ത ആളുകളിൽ കൊടുക്കണം. പായാലും വിരിപ്പിൽപ്പെട്ടതല്ലേ? ഫിറാഷിൻ, വിരിപ്പില്ലാതെ. മയ്യത്തിന്റെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോ ഇൻഷാ അല്ലാഹ് നാളെ പറയുന്നുണ്ട്. മയ്യത്തെ കുളിപ്പിക്കുമ്പോ കിടപ്പിക്കുമ്പോ വളരെ മയത്തിൽ ചെയ്തു കൊടുക്കണം എന്ന് പറയുന്നു. അത് ഈച്ചയിരിക്കുന്ന അത്ര പോലും വേദനയില്ലാതെ മയത്തിൽ ചെയ്തു കൊടുക്കണം. അതിന്റെ മയനെ അത് വെച്ചിട്ടില്ലെങ്കിൽ അതിനേക്കാളും വേദനയാവും. വയറ് പൊന്തിയിട്ട് വീർത്ത് പൊട്ടിപ്പോവും. അതുകൊണ്ട് തന്നെ കുട്ടിനെ കുളിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. കാര്യം പറയാണ്. ഇവർ ചോദിക്കുന്ന വളരെ പ്രസക്തമായ ചോദ്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണോ? കുട്ടിനെ ഈച്ചയിരുന്നാൽ പോലും വേദനിക്കുമെന്ന് പറയണ്ടല്ലോ, അങ്ങനെ ഉണ്ടോന്നാ ചോദ്യം. അതിന് ഞാൻ പറഞ്ഞ മറുപടി, മയ്യത്തിന് എല്ലാ കാര്യങ്ങളും വിരിപ്പിൽ മയത്തോടെ ചെയ്തു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അത്ര ഈച്ചയിരിക്കുന്ന അത്ര പോലും വേദനയില്ലാതെ മയത്തോടെ ചെയ്തു കൊടുക്കണം എന്നാ പറഞ്ഞതിന്റെ മയന. അങ്ങനെയാണെങ്കിൽ ഭാരം വെച്ചാൽ വേദന ഉണ്ടാവുമല്ലോ എന്ന് അടുത്ത ക്വസ്റ്റ്യൻ. അതിന്റെ മറുപടി ശ്രദ്ധിച്ചോളൂ. ഭാരം വെച്ചിട്ടില്ലെങ്കിൽ വീർത്ത് വന്ന് വയറ് പൊട്ടിപ്പോകും. വയറ് പൊട്ടുമ്പോൾ നമ്മൾ ചെറിയ കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ കുട്ടികൾ കരയും. കുട്ടി കരഞ്ഞാൽ നമ്മൾ പിടിച്ച് കുളിപ്പിക്കും. എന്താ അത് കുട്ടികളോട് വെറുപ്പുണ്ടാ? അല്ല, കുട്ടി വൃത്തിയാക്കാൻ വേണ്ടിയ സ്നേഹം കൊണ്ടാണ്. എന്നതുപോലെ പൊട്ടിയാൽ അതിനേക്കാളും വലിയ വിഷമാകുന്നതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടി അത് വൃത്തിയാണ്. അത് ഞാൻ പറഞ്ഞില്ല. അത് ഞാൻ തേവീൽ ചെയ്യല്ലേ ചെയ്തു. സാലി വിരിപ്പിക്കുന്നില്ല, ഞാൻ തേവീൽ ചെയ്തു. പിന്നെ തന്നോളെ ചോദ്യം തന്നോളെ. ഡയറക്റ്റുള്ള ചോദ്യം കേട്ട് അതിന് കടലാസ് വായിക്കും. നിങ്ങൾ തന്നോളെ ചോദ്യം തന്നോളി. വൈലക്സ് ചോദ്യം നിങ്ങൾ കേട്ടാ. അത് വേണ്ട. നിങ്ങള് ചോദിച്ചിട്ടില്ലേ ആരെ കൈമേലി കൊടുക്കണം? ഇബാർത്ത് വായിക്കണം. വേണ്ടല്ലോ, സുഫന്റെ ഇബാർത്ത് വായിക്കണ്ടല്ലോ. പിന്നെ വേം പറ. നിങ്ങൾ ചോദിച്ചാല് ഇത് ബൈലക്സ് ക്ലാസ് റൂമിലുള്ളതായത് കൊണ്ട് നിങ്ങൾ മെയ്ക്കിനെ ഒന്ന് ചോദിച്ചാൽ അവർക്ക് കൂടി കേൾക്കാം. എന്താണ് ചോദ്യം? എന്താ? കേൾക്കുന്നില്ല സാലിയെ. എന്ത്
ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞാനങ്ങനെ പറഞ്ഞത് ശരിയാണോ? ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. ഈ ചേരുന്ന വേദന എടുക്കുന്ന ഞാൻ പറഞ്ഞ എന്നങ്ങനെ പറഞ്ഞാൽ അതിന്റെ മയനാന്ന് ഞാൻ വിശദീകരിച്ചു. ചിരിക്കല്ല ചിരിക്കല്ല ചിരിക്കല്ല, കേൾക്കുന്നില്ല. തഹ്വീൽ ചെയ്യപ്പെടാതെ അത് എനിക്കറിയില്ല. ഈച്ച ഇരുന്ന വേദനിക്കുമെന്നാ ചോദിക്കുന്നു അല്ലേ? ഈച്ച ഇരുന്ന വേദനിക്കുന്നത് ഞാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈച്ച വന്നിട്ട് അവിടെ ഇരുന്നപ്പോൾ മൂപ്പർക്ക് വേദനിച്ചെന്ന് അർത്ഥമാക്കണ്ട. അന്നതുപോലും അയാൾക്ക് വേദനിക്കുന്ന അവസ്ഥയായിരിക്കും എന്നാ പറഞ്ഞതിന്റെ വേദന. അല്ലാണ്ട് ഈച്ച ഇരുന്ന മാത്രം വേദന, കൊതുകിരുന്ന വേദന ഉണ്ടാവില്ല, മൂട്ട ഇരുന്ന വേദന ഉണ്ടാവില്ല, കൂറ ഇരുന്ന വേദന ഉണ്ടാവില്ല എന്നല്ലല്ലോ പറഞ്ഞതിന്റെ വേദന. അയാളുടെ ശരീരം റൂഹ് പോയ സമയത്ത് വ്രണപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു ഈച്ച തട്ടിയാൽ പോലും വേദനിക്കുന്ന അത്ര വേദനിച്ച് നിൽക്കുന്ന സമയമാണെന്നാ പറഞ്ഞതിന്റെ വേദന. അതങ്ങനെ തന്നെയാണ് ദാഹിറ. ആ തഹ്വീൽ ദാഹിറും ബയ്യിനും ഷാഫിൻ കാഫിൻ. പിന്നെ മരിച്ച് തക്ബീർ നമുക്ക് മുതലക്കുളത്ത് ഇൻഷാ അല്ലാഹ് 12-ാം തീയതി പരിപാടി നിശ്ചയിക്കാൻ കേട്ടാ. അന്ന് നമുക്ക് ചെല്ലാം. ഏപ്രിൽ 12-ാം തീയതി മുതലക്കുളത്ത് വെച്ച് നമ്മൾ സമ്മേളനം നടക്കുക. മരിച്ച് കെണിപ്പുകൾ ശരിയാക്കാനും മയപ്പെടുത്താനും കഴിയുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ശരിക്കും ശ്രദ്ധിക്കാം. മരിച്ചിട്ട് വെള്ളത്തിൽ കടന്നു വേണം. വെള്ളത്തിൽ 2 ദിവസം കഴിഞ്ഞിട്ട് കിട്ടി. അയാൾ ആകെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. അതുപോലെ ഹോസ്പിറ്റലിൽ കടന്ന് മരിച്ചു, 2 ദിവസം കഴിഞ്ഞിട്ട് ആൾ കാണുന്നുണ്ടാകും. അതുപോലെ ഇതൊന്നും ചെയ്തു കൊടുക്കണമെന്ന് അറിയാത്ത അവസ്ഥയിലുള്ളവരുണ്ടാവും. അങ്ങനെ അവിടെ തന്നെ ഉറച്ചുപോയി. അപ്പൊ എന്ത് ചെയ്യണം? ബൈലക്സിൽ വന്ന് ചോദ്യം അതിനുള്ള മറുപടി പരമാവധി നമ്മൾ നോക്കുക. സാധ്യമാകുന്നില്ലെങ്കിൽ എണ്ണ വെളിച്ചെണ്ണ പോലത്തെ എണ്ണ ഇട്ടിട്ടെങ്കിൽ നോക്കുക, മയപ്പെടുത്താൻ നോക്കുക. അതിനും സാധ്യമാകുമ്പോൾ പോലെ കുളിപ്പിക്കും. നിർബന്ധം സുന്നത്താണ്. മറ്റൊന്ന്, നല്ല മരണത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ? സാധാരണക്കാരുടെ മയ്യത്ത് കാണരുത്. ഇങ്ങനെ 3 ചോദ്യമാണുള്ളത്. സാധാരണക്കാരുടെ മയ്യത്ത് കാണരുത്. അത് പ്രത്യേക സുന്നത്തൊന്നുമില്ല, സുന്നത്തില്ല, ശറയില്ല, അങ്ങനെ ശറഹാക്കപ്പെട്ടിട്ടില്ല. അതിലൊരു പുണ്യവും എന്ന് മാത്രമല്ല അത് കറാഹത്തുണ്ടാക്കാൻ, അത് മറവിയുണ്ടാക്കുന്ന കാര്യമാണെന്ന് റദ്ദാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. കറാഹത്താണെന്നല്ല, അത് സുന്നത്തില്ല. പിന്നെ നല്ല മരണത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല മരണമാണ് സംഭവിച്ചത് എന്നതിന്റെ ലക്ഷണമാണെങ്കിൽ ഞാനതോടെ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. നല്ല മരണം അതവരുടെ മുഖത്ത് നോക്കിയാൽ തിരിയും, മരണത്തിന്റെ അടയാളങ്ങൾ നോക്കിയാൽ തിരിയും. മരിച്ചപ്പോൾ ആളുകൾ പറയുന്ന നാവുകൾ അള്ളാഹുവിന്റെ അടുക്കൽ ഷാഹിദാണ്, ഷഹാദത്താണ്, മനസ്സിനുള്ള ഷഹാദത്താണ്. ആളുകൾ കൂടുക, അതൊക്കെ നല്ല മരണത്തിന്റെ ലക്ഷണമാണ്. അതേ സ്ഥാനത്ത് ദുർമരണത്തിന്റെ ലക്ഷണങ്ങൾ ചിലപ്പോൾ കാണും. ഇൻഷാ അല്ലാഹ് നാളത്തെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നമ്മളത് പറയും. ലക്ഷണങ്ങൾ കാണുന്ന അവസ്ഥകൾ പറയും ഇൻഷാ അല്ലാഹ്. പിന്നെ പിന്നെ വേറെന്താ? മക്കൾക്ക് മാതാപിതാക്കളുടെ മയ്യത്ത് ചുംബിക്കൽ പ്രത്യേക സുന്നത്തുള്ളതായി പറയുന്നില്ല, മറിച്ച് സാലിഹീങ്ങളുടെ ചുംബിക്കൽ സുന്നത്താണ്. മാതാപിതാക്കൾ സാലിഹീങ്ങൾപ്പെട്ടതാണെങ്കിൽ ആ ചുംബിക്കൽ സുന്നത്താണ്. സാലിഹ് ആലിമ് പോലുള്ളതാ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എഴുതി തന്ന 3 ചോദ്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൽ 2 നാളെ കുളിപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ്, അവിടെ വെച്ച് പറയാം. പിന്നെ ഒരു ചോദ്യം അത് നോക്കണം, ഫ്ലക്സ് കെട്ടാൻ പറ്റുമോ? മരണപ്പെട്ട ആളുകളുടെ മധുരയിൽ ഫ്ലക്സ് കെട്ടാൻ പറ്റുമോ? അത് നമ്മുടെ ഫോട്ടോയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ നാളെ പറയൂ. അല്ലെങ്കിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് ഫോട്ടോ എന്ന് പറഞ്ഞ ഒരു സിമ്പോസിയം, ഒരു ചർച്ച, ഒരു ഓപ്പൺ ചർച്ച നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. കട്ടിലിൽ വിരിപ്പ് പാടില്ല എന്നല്ല, കട്ടിലിൽ വിരിപ്പ് പാടില്ല. എന്തുകൊണ്ട്? ഹിക്മത്ത് എന്താണ്? കട്ടിലിൽ വിരിക്കൽ സുന്നത്തില്ല, വിരിക്കാതിരിക്കലാണ് സുന്നത്ത്. മിൻ ഗൈരി ഫിറാസിൻ എന്ന് ഫുഖഹാ പറഞ്ഞതാണ് അതിന് കാരണം. മിൻ ഗൈരി ഫിറാസിൻ വവുദിയ അലാ നഹ്ബി സരീരിൻ മിൻ ഗൈരി ഫിറാസിൻ, വിരിപ്പൊന്നും ഇല്ലാതെ കടത്തലാണ് വേണ്ടത് എന്ന് ഫുഖഹാ പറഞ്ഞതാണ് അതിന് കാരണം. പിന്നെ സുന്നത്തില്ല, കാണാൻ സുന്നത്തില്ല, കാണരുതെന്ന് പറഞ്ഞില്ല, കാണാൻ സുന്നത്തില്ല. മയ്യത്ത് കാണാന്നുള്ളൊരു പ്രത്യേക ഫദലൊന്നും എന്തായി? മയ്യത്ത് കണ്ടിട്ട് ആളുകൾ ഒന്ന് കാണുക, ഒരു നോക്ക് കാണുക, അതിനുവേണ്ടി തിരക്കൂട്ട ലൈനിക്കുക, അതിലെന്താ ഉള്ളത്? അങ്ങനെ എവിടെ സുന്നത്ത് വന്നിട്ടില്ലല്ലോ, പാരമ്പര്യം വന്നിട്ടില്ല. പിന്നെന്താ ഉള്ളത്? രാഷ്ട്രീയക്കാരുടെ തോന്നുക, മയ്യത്ത് ഇങ്ങനെ പൊതുദർശനത്തിൽ വെക്കുക, അതുപോലെ തന്നെ കൊടി മൂടുക, അതൊക്കെ രാഷ്ട്രീയക്കാരുണ്ടാക്കി വന്നതാണ്.
അവസാനിപ്പിക്കല്ലേ? വൈകിട്ടുണ്ട്, സമയം വൈകിട്ട്. നാളെ എനക്കാ ബുദ്ധിമുട്ട്, മുസ്ലിം ഉറക്കത്തുണ്ടാകുക. നാളെ രാവിലെ 6:45 മുസ്ലിം ഉണ്ടായിരിക്കും. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയതും പറഞ്ഞതും കേട്ടതും നീ പൊരുത്തപ്പെടുന്ന നാളെ നിന്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സാലിഹായ അമലായി നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അവസാനം ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് ഈ ചെയ്ത അമലും കാരണമാക്കി തരണം റഹ്മാനെ. കലിമത്ത് തൗഹീദ് ചൊല്ലി സന്തോഷത്തോടുകൂടി മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വന്യരായ വയോധികരായ മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാരെ നമുക്ക് വേണ്ടപ്പെട്ട മുഴുവൻ ആളുകളെയും നീ പെടുത്തണം റഹ്മാനെ. അതുപോലെ ഈ മഹത്തായ പരിപാടിയിൽ വൈലക്സ് ക്ലാസ് ഓപ്പൺ ചെയ്തിട്ടും അതുപോലെ അതിന് സഹകരിച്ചിട്ടും അതുപോലെ സഹായിച്ച ദൂരെ നിൽക്കുന്ന ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, വിദേശ രാജ്യങ്ങളിൽ നല്ലൊരു ജോലി പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ജിദ്ദയിൽ കഴിഞ്ഞ തവണ ഞാൻ